ജീസസ് റെയിൻസ്, യേശു വാഴുന്നു ശുശ്രൂഷകളിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഡിപ്രഷനിൽ നിന്ന് വിടുതൽ. മനുഷ്യൻ അനുഭവിക്കുന്ന വിഷാദ രോഗത്തെക്കുറിച്ചുള്ള ചില ചിന്തകൾ പങ്കുവയ്ക്കുന്നു. ആത്മഹത്യ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിലാണ് ആയിരിക്കുന്നത്. അനേകം ചെറുപ്പക്കാരികൾ ആത്മഹത്യ ചെയ്യുന്നു. വ്യത്യസ്തമാകുന്ന പശ്ചാത്തലത്തിൽ നിന്ന് വരുന്ന പ്രിയപ്പെട്ടവർ പൊടുന്നനവേ ഒരു ദിവസം ഒരു സുപ്രഭാതത്തിൽ അവരെക്കുറിച്ച് വാർത്ത അറിയുകയാണ്, അവർ ആത്മഹത്യ ചെയ്തു. അതിൻ്റെയൊക്കെ പിന്നിൽ ചലിക്കുന്ന ഒരു പ്രധാനപ്പെട്ട മാനസിക സംഘർഷമാണ് വിഷാദ രോഗമെന്ന് പറയുന്നത്, ഡിപ്രഷൻ. മനുഷ്യനുണ്ടാകുന്ന വിഷാദ രോഗം അത് ഒരു പ്രധാനപ്പെട്ട വൈകാരിക രോഗമാകുന്നു. ഇന്നത്തെ ഭാഷയിൽ പറയുകയാണെങ്കിൽ അതൊരു സൈക്കാട്രിക് രോഗമാകുന്നു. ലോകവ്യാപകമായിട്ട് ദശലക്ഷക്കണക്കിന് ആളുകൾ അനുഭവിക്കുന്ന ഒരു വൈകാരിക രോഗം. അതിൻ്റെ സ്വാധീന വലയത്തിൽ ഒരിക്കലും പെട്ടുപോകരുത്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം അതിൻ്റെ 61 അധ്യായത്തിൽ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിൽ കർത്താവാകുന്ന യേശുക്രിസ്തുവിൻ്റെ ശുശ്രൂഷയെക്കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അത് യേശുക്രിസ്തുവിൻ്റെ ശുശ്രൂഷയുടെ ഒരു മാനിഫെസ്റ്റോ ആകുന്നു. യേശുവിൻ്റെ ശുശ്രൂഷയെക്കുറിച്ച് പ്രവാചകൻ വിളംബരം ചെയ്യുകയാണ്. എളിയവരോട് സദ്വർത്തമാനം ഘോഷിപ്പാൻ യഹോവ എന്നെ അഭിഷേകം ചെയ്തിരിക്കൊണ്ട് യഹോവയായ കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലിരിക്കുന്നു. ഹൃദയം തകർന്നവരെ മുറിവ് കെട്ടുവാനും തടവുകാർക്ക് വിടുതലും ബദ്ധന്മാർക്ക് സ്വാതന്ത്ര്യവും അറിയിപ്പാനും യഹോവയുടെ പ്രസാദവർഷവും നമ്മുടെ ദൈവത്തിൻ്റെ പ്രതികാര ദിവസവും പ്രസിദ്ധമാക്കുവാനും ദുഃഖിതന്മാരെയൊക്കെയും ആശ്വസിപ്പിപ്പാനും സിയോനിലെ ദുഃഖിതന്മാർക്ക് വെണ്ണീറിന് പകരം അലങ്കാരമാലയും ദുഃഖത്തിന് പകരം ആനന്ദതൈലവും വിഷണ്ണ മനസ്സിന് പകരം സ്തുതി എന്ന മേലാടയും കൊടുപ്പാനും. വിഷണ്ണ മനസ്സിന്, അതാണ് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത്. വിഷണ്ണ മനസ്സിന്, ആ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന വിഷണ്ണ മനസ്സിന് ഇംഗ്ലീഷിൽ സ്പിരിറ്റ് ഓഫ് ഹെവിനെസ് എന്ന് കാണുവാൻ കഴിയുന്നു. മലയാളത്തിൽ അത് കൃത്യമായിട്ട് അത് പരിഭാഷ ചെയ്യുകയാണെങ്കിൽ വേണമെങ്കിൽ ഇങ്ങനെ പറയുവാൻ കഴിയും, വിഷാദത്തിൻ്റെ ആത്മാവിന്. വിഷാദത്തിൻ്റെ പിന്നിൽ, ഡിപ്രഷൻ്റെ പിന്നിൽ ഒരു ദുരാത്മാവുണ്ട്. വിഷണ്ണ മനസ്സിന് പകരം സ്തുതി എന്ന മേലാടയും കൊടുപ്പാനും അവൻ എന്നെ അയച്ചിരിക്കുന്നു. കർത്താവാകുന്ന യേശുക്രിസ്തുവിൻ്റെ ശുശ്രൂഷയിൽ പാപികൾ രക്ഷിക്കപ്പെടും, രോഗികൾ സൗഖ്യമാകും, മനസ്സിന് രോഗമുള്ളവർ സൗഖ്യമാകും. എല്ലാ മാനസിക രോഗങ്ങളെയും സൗഖ്യമാക്കുവാൻ വേണ്ടിയുള്ള നല്ല മരുന്ന് യേശുക്രിസ്തുവിൽ നിന്ന് ലഭ്യമാകുന്നു. യേശുവിൻ്റെ അരികിലേക്ക് വരികയാണെങ്കിൽ എല്ലാ വിഷാദ രോഗത്തെയും കീഴ്പ്പെടുത്തുവാൻ കഴിയും. നമ്മുടെ ഈ സംവിധാനം നമുക്കറിയാവുന്നതുപോലെ ആത്മാവ്, പ്രാണൻ, ശരീരം, ഈ 3 ഘടകങ്ങളുണ്ട്. ശരീരം പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ പ്രാണൻ സഹായിച്ചെങ്കിൽ മാത്രമേ, പ്രാണൻ സജീവമായിരുന്നെങ്കിൽ മാത്രമേ ശരീരത്തിന് പ്രവർത്തിക്കുവാൻ കഴിയുകയുള്ളൂ. പ്രാണനിൽ 3 ഘടകങ്ങളുണ്ട്: മനസ്സ്, വികാരങ്ങൾ, ഇച്ഛാശക്തി. ഈ 3 ഘടകങ്ങൾ, അതൊരു പ്രധാനപ്പെട്ട മേഖലയാണ് വികാരങ്ങൾ എന്ന് പറയുന്നത്. നമുക്കെല്ലാവർക്കും വികാരങ്ങളുണ്ട്, വ്യത്യസ്തമാകുന്ന വികാരങ്ങളുണ്ട്. സന്തോഷം ഒരു വികാരമാകുന്നു, സ്നേഹം ഒരു വികാരമാകുന്നു, ആഹ്ലാദം ഒരു വികാരമാകുന്നു. അതേപോലെ തന്നെ ദുഃഖം ഒരു വികാരമാകുന്നു, ഭയം ഒരു വികാരമാകുന്നു. അങ്ങനെ തുടങ്ങി അനവധിയാകുന്ന വികാരങ്ങൾ നമ്മുടെ വികാര കേന്ദ്രത്തിലുണ്ട്. ആ വികാര കേന്ദ്രത്തിൽ ദൈവം ആഗ്രഹിക്കുന്നത് സന്തോഷം തലപ്പത്തിരിക്കണമെന്നാണ്. എല്ലാ വികാരങ്ങളുടെയും തലപ്പത്ത് സന്തോഷമിരിക്കണം. മാസ്റ്റർ ഇമോഷൻ ജോയ് ആയിരിക്കണം. ആ സന്തോഷത്തിൻ്റെ കീഴിലായിരിക്കണം മറ്റെല്ലാ വികാരങ്ങളും. മനുഷ്യൻ്റെ വീഴ്ചയോടുകൂടെ തിന്മ നിറഞ്ഞ വികാരങ്ങളും മനുഷ്യനിൽ പ്രവേശിക്കുകയുണ്ടായി. അതിൽ ചിലതാണ് ദുഃഖം, ഭയം, അങ്ങനെ തുടങ്ങിയ വികാരങ്ങൾ. എന്നാൽ ഇന്ന് ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ ഈ സംവിധാനത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി നമുക്ക് ഹെൽത്തി സാഡ്നെസ് ആവശ്യമാണ്. ആരോഗ്യപരമാകുന്ന ദുഃഖം ആവശ്യമാണ്. അതില്ലാതെ നമുക്ക് ജീവിക്കാൻ കഴിയത്തില്ല. ആരോഗ്യപരമാകുന്ന ദുഃഖം വരുമ്പോഴാകുന്നു, സങ്കടപ്പെടുത്തുന്ന കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ നമുക്ക് ദുഃഖമുണ്ടാകുന്നു. അതിൻ്റെ പരിണതഫലമായിട്ട് നമ്മൾ കരയുന്നു. കണ്ണുനീരിലൂടെ ആ ദുഃഖം വാർന്നു പോകും.
ഇല്ല എങ്കിൽ നമുക്കുള്ള ദുഃഖങ്ങൾ മറ്റാരോടെങ്കിലും പങ്കുവയ്ക്കുന്നതിലൂടെ ആ ദുഃഖത്തെ നമുക്ക് നീക്കിക്കളയുവാൻ കഴിയും, നമ്മിൽ നിന്ന് അതിനെ പുറത്താക്കുവാൻ കഴിയും. എന്നാൽ ഈ ദുഃഖം ചിലപ്പോൾ സന്തോഷത്തെ കീഴ്പ്പെടുത്തി നമ്മുടെ സംവിധാനത്തിൻ്റെ, വികാരങ്ങളുടെ സംവിധാനത്തിൻ്റെ തലപ്പത്ത് കയറിയിരിക്കുമ്പോഴാകുന്നു ഒരാൾ ഡിപ്രഷനിലേക്ക് പോകുന്നത്. ഇതേപോലെ നിഷേധാർത്ഥകമാകുന്ന എല്ലാ വികാരങ്ങളും, ഭയമില്ലാതെ നമുക്ക് ജീവിക്കാൻ കഴിയത്തില്ല. നമുക്കുള്ള ഒരു സർവൈവൽ ഇൻസ്റ്റിങ്ക്റ്റ് ആകുന്നു ഭയമെന്ന് പറയുന്നത്. ഇന്ന് ഈ ഭൂമിയിൽ ജീവിക്കണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും അപകടകരമാകുന്ന കാര്യം വരുന്നുണ്ട് എന്ന് നമ്മുടെ സംവിധാനത്തിന് അറിവ് ലഭിക്കുന്നത് ഭയത്തിലൂടെയാണ്. അപ്പോൾ നല്ല ഭയം നമുക്ക് ആവശ്യമാണ്. ഹെൽത്തി ഫിയർ ഇല്ലാതെ ഈ ഭൂമിയിൽ ജീവിക്കുവാൻ കഴിയത്തില്ല. ആരോഗ്യപരമാകുന്ന ഭയം നമുക്ക് ആവശ്യമാണ്. എന്നാൽ ഇത് അൺഹെൽത്തിയായി തീരുമ്പോൾ, ഭയം അൺഹെൽത്തിയായി തീരുമ്പോൾ, അത് നല്ലതല്ലാത്ത ഭയമായി തീരുന്ന സന്ദർഭത്തിൽ അതുമൂലം സൈക്കാട്രിക് രോഗങ്ങളുണ്ടാകുന്നു, ആങ്സൈറ്റി ഡിസോർഡർ ഉണ്ടാകുന്നു, ഫോബിയാസിന് അങ്ങനെയുള്ള വ്യക്തികൾ കീഴ്പ്പെട്ടു പോകുകയാണ്. അവരിൽ പാനിക് ഡിസോർഡർ ഉണ്ടാകുന്നു. സൈക്കാട്രിക് രോഗങ്ങൾ, ഭയം അൺഹെൽത്തിയായി തീരുമ്പോൾ, നല്ലതല്ലാത്തതായി തീരുമ്പോൾ, ദൈവം വെച്ചിരിക്കുന്ന ആ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ആരോഗ്യപരമാകുന്ന ഭയം ആവശ്യമാണ്. ആ ഭയമില്ലാതെ നമുക്ക് ഇന്ന് ഈ ഭൂമിയിൽ ജീവിക്കുവാൻ കഴിയുകയില്ല. എന്നാൽ അതിന് ചില പ്രത്യേകമാകുന്ന അതിരുകളുണ്ട്. ആ അതിരുകൾ കടന്നു പോകുകയാണെങ്കിൽ, ചില രേഖകളുണ്ട്, ആ രേഖകൾ കടന്നു പോകുകയാണെങ്കിൽ അത് നല്ലതല്ലാത്തതായി തീരും. അത് നല്ലതല്ലാത്തതായി തീരുന്ന സന്ദർഭത്തിലാണ് അത് മുഖാന്തരമായിട്ട് സൈക്കാട്രിക് രോഗങ്ങൾ ഉണ്ടാകുന്നത്. അതുതന്നെയാണ് ദുഃഖത്തിൻ്റെ കാര്യത്തിലും. ദുഃഖത്തിന് വേണ്ടി ദൈവം വെച്ചിരിക്കുന്ന ചില രേഖകളുണ്ട്. ആ രേഖകൾക്ക് അപ്പുറത്തേക്ക് പോകുമ്പോൾ, അത് അൺഹെൽത്തി സാഡ്നെസ് ആയി തീരുമ്പോൾ, അത് നമ്മുടെ ജോയിയെ കീഴ്പ്പെടുത്തി സന്തോഷത്തെ അട്ടിമറിച്ച് വികാരങ്ങളുടെ തലപ്പത്ത് കയറിയിരിക്കുകയാണ്. നിഷേധാർത്ഥകമാകുന്ന വികാരങ്ങൾ അൺഹെൽത്തിയായി തീരുമ്പോൾ, നല്ലതല്ലാത്തതായി തീരുമ്പോൾ, അത് ഇമോഷൻസിൻ്റെ മുകളിൽ കയറിയിരിക്കുവാനുള്ള സാധ്യതയുണ്ട്. ഇമോഷനിൽ സന്തോഷമായിരിക്കണം തലപ്പത്തിരിക്കേണ്ടത്. തലപ്പത്തിരിക്കേണ്ട സന്തോഷത്തെ അട്ടിമറിച്ചിട്ട് ഇതെന്തെങ്കിലും കയറി വികാരങ്ങളുടെ തലപ്പത്തിരിക്കുകയാണെങ്കിൽ ആ വ്യക്തി ഒരു സൈക്കാട്രിക് രോഗിയായി തീരുകയാണ്. അതാണ് ഡിപ്രഷനിൽ സംഭവിക്കുന്നത്. ഒരു വ്യക്തിയിൽ ദുഃഖം വന്നത് തീവ്ര ദുഃഖമായി തീർന്നു, അനിയന്ത്രിതമാകുന്ന ദുഃഖമായി തീർന്നു. ആ ദുഃഖത്തിൽ ആ വ്യക്തി ജീവിക്കുവാൻ തുടങ്ങുമ്പോൾ ആ ദുഃഖം സന്തോഷത്തെ അട്ടിമറിച്ച് വികാരങ്ങളുടെ തലപ്പത്ത് കയറിയിരിക്കുന്നു. നമ്മളെല്ലാവരും സന്തോഷത്തിൽ ജീവിക്കണമെന്നാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. പൗലോസ് തൻ്റെ ലേഖനത്തിൽ ആവർത്തിച്ച് അത് പറയുന്നുണ്ട്. എപ്പോഴും സന്തോഷിപ്പിൻ. ഫിലിപ്പിയ ലേഖനം സന്തോഷത്തിൻ്റെ ഒരു ലേഖനമാകുന്നുവല്ലോ. ആ ലേഖനത്തിൽ ആവർത്തിച്ച് പൗലോസ് പറയുന്നുണ്ട്, എപ്പോഴും സന്തോഷിപ്പിൻ, കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിൻ എന്ന് ഞാൻ പിന്നെയും നിങ്ങളോട് പറയുന്നു. എപ്പോഴും സന്തോഷിക്കണം. തെസ്സലോനിക്ക ലേഖനത്തിലും പൗലോസ് പറയുന്നുണ്ട്, എപ്പോഴും സന്തോഷിപ്പിൻ, ഇടവിടാതെ പ്രാർത്ഥിപ്പിൻ, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവീൻ, എപ്പോഴും സന്തോഷിപ്പിൻ. റിജോയ്സ് ഓൾവേസ് എന്നാണ് വചനത്തിൽ കാണുവാൻ കഴിയുന്നത്. എപ്പോഴും സന്തോഷിക്കുക. അങ്ങനെ ഒരു സംവിധാനമാണ് ദൈവം നമുക്ക് നൽകി തന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങൾ ജനിച്ചു കഴിഞ്ഞാൽ 8 ആഴ്ച കഴിയുമ്പോൾ തുടങ്ങി അതിൻ്റെ സന്തോഷ സംവിധാനം, അതിൻ്റെ സംവിധാനത്തിൽ, പ്രത്യേകിച്ചും തലച്ചോറുമായുള്ള ബന്ധത്തിൽ, ശരീര സംവിധാനത്തിൽ സജീവമാകുവാൻ തുടങ്ങും. അമ്മമാർക്കറിയാം, 8 ആഴ്ച കഴിയുമ്പോൾ കുഞ്ഞുങ്ങൾ മെല്ലെ ചിരിക്കുവാൻ തുടങ്ങും. അങ്ങനെ അത് 1 വർഷത്തോളം എടുക്കും ആ സന്തോഷ സംവിധാനം വളർച്ച പ്രാപിക്കുവാനും ആരോഗ്യമുള്ളതായി തീരുവാനും വേണ്ടി. അത് ആരംഭിക്കുന്നത് റിലേഷൻഷിപ്പിലൂടെയാണ്. അടുത്തു വരുന്ന വ്യക്തി, 8 ആഴ്ചയായിരിക്കുന്ന കുഞ്ഞിന് അടുത്ത് വരുന്ന വ്യക്തി അമ്മയാണ് എന്നൊന്നും അറിയത്തില്ല. ആ വ്യക്തിയോടുള്ള അടുപ്പം, ഈ കുട്ടിക്ക് ബന്ധത്തിലൂടെ ലഭിക്കുന്ന അടുപ്പം, റിലേഷൻഷിപ്പിലൂടെ ലഭിക്കുന്ന ആ അടുപ്പം മുഖാന്തരമായിട്ട് ഈ കുട്ടിയിൽ സന്തോഷമുണ്ടാകും. ആ വ്യക്തി വീണ്ടും അടുക്കളയിൽ നിന്ന് വരുന്ന സന്ദർഭത്തിൽ, അമ്മ അടുക്കളയിൽ നിന്ന് വരുന്ന സന്ദർഭത്തിൽ കുട്ടിക്ക് അമ്മയെ കാണുമ്പോൾ സന്തോഷമുണ്ടാകും. അങ്ങനെ ആവർത്തിച്ച് ആ സന്തോഷ സംവിധാനം വികസിക്കുവാൻ തുടങ്ങുകയാണ്. 1 വർഷത്തോളം എത്തുമ്പോൾ ആ സന്തോഷ സംവിധാനം, ആ വികാരങ്ങളുടെ തലപ്പത്ത് സന്തോഷ സംവിധാനം വളർച്ചയിൽ എത്തിച്ചേരുന്നു. അവിടെ 1 വർഷം കഴിയുമ്പോൾ ഈ കുട്ടിയിൽ ഈ സന്തോഷ സംവിധാനത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് ഈ കുട്ടിയിലുണ്ടാകുന്ന മറ്റൊരു കാര്യമാണ് സന്തോഷത്തിലേക്ക് മടങ്ങി വരിക.
എപ്പോഴൊക്കെ അൺപ്ലസൻ്റ് ആയിട്ടുള്ള വികാരങ്ങൾ ഈ കുട്ടിയിൽ ഉണ്ടാകുമോ, കോപമുണ്ടാകുന്ന സമയമുണ്ട്, ദുഃഖമുണ്ടാകുന്ന സമയമുണ്ട്, ഭയമുണ്ടാകുന്ന സമയമുണ്ട്, അങ്ങനെയുള്ള ഇഷ്ടമല്ലാത്ത നല്ലതല്ലാത്ത വികാരങ്ങൾ ഈ കുട്ടിയിൽ ഉളവാകുന്ന സന്ദർഭത്തിൽ അവിടെ തന്നെ തുടരേണ്ട കാര്യമില്ല. ദുഃഖത്തിൽ തുടരേണ്ട കാര്യമില്ല, ഭയത്തിൽ തുടരേണ്ട കാര്യമില്ല, കോപത്തിൽ തുടരേണ്ട കാര്യമില്ല. ഈ കുട്ടിയുടെ സംവിധാനത്തിൽ ദൈവം തന്നെ ഒരു പ്രത്യേകമാകുന്ന അനുഗ്രഹത്തെ വെച്ചിരിക്കുകയാണ്. എല്ലാ അൺപ്ലസൻറ്റ് ഇമോഷനിലും പോയതിന് ശേഷമായിട്ട് അവിടെ നിന്ന് തിരിച്ച് കുട്ടിക്ക് എവിടേക്ക് വരുവാൻ കഴിയും? സന്തോഷത്തിലേക്ക് മടങ്ങി വരുവാൻ കഴിയും. അതിനാണ് റിട്ടേണിങ് ടു ജോയ് എന്ന് പറയുന്നത്. റിട്ടേൺ ടു ജോയ്, സന്തോഷത്തിലേക്ക് മടങ്ങി വരിക. നമ്മിലെല്ലാവരിലും ഉള്ള ഒരു സംവിധാനമാണത്. നമുക്ക് ചിലപ്പോൾ കോപം വന്നിരിക്കും, ചിലപ്പോൾ ചില കാര്യങ്ങൾ കാണുമ്പോൾ നമ്മൾ ഭയപ്പെടും, നമുക്ക് ചില കാര്യങ്ങൾ കാണുമ്പോൾ സങ്കടമുണ്ടാകും, ദുഃഖമുണ്ടാകും. എന്നാൽ അതിൽ തന്നെ തുടരേണ്ട കാര്യമില്ല. നമ്മുടെ സംവിധാനത്തിൽ ദൈവം വെച്ചിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് തലച്ചോറിൽ തന്നെ റിട്ടേൺ ടു ജോയ്. നിങ്ങൾക്ക് വീണ്ടും സന്തോഷത്തിലേക്ക് മടങ്ങി വരുവാൻ കഴിയും. കുട്ടികളിൽ നിന്ന് ശ്രദ്ധിച്ചാൽ മതി. കരയും, വല്ലാതെ കരയും, കുഞ്ഞുങ്ങൾ കരയും. കരഞ്ഞതിന് ശേഷം അല്പം കഴിയുമ്പോൾ, ചില നിമിഷങ്ങൾ കഴിയുമ്പോൾ അമ്മയെ കാണുമ്പോൾ പിന്നെയും ചിരിക്കും. എന്താണ് സംഭവിക്കുന്നത്? റിട്ടേൺ ടു ജോയ്, സന്തോഷത്തിലേക്ക് കുഞ്ഞ് മടങ്ങി വരികയാണ്. ഒരാൾ ഡിപ്രഷനിലേക്ക് പോകുമ്പോൾ ആ വ്യക്തിയിൽ സംഭവിക്കുന്നത് ഈ ഒരു പ്രവർത്തനം ഇല്ലാതെയായി തീരുന്നു. സന്തോഷത്തിലേക്ക് മടങ്ങി വരുവാൻ വേണ്ടിയുള്ള ആ സംവിധാനം അവിടെ നിശ്ചലമായി തീരുകയാണ്, സസ്പെൻഡഡായി തീരുകയാണ്. ദുഃഖത്തിലേക്ക് പോയി, പിന്നെ ദുഃഖത്തിൽ നിന്നും മടങ്ങി വരുന്നില്ല, ദുഃഖത്തിൽ തന്നെ തുടരുകയാണ്. അത് തീവ്ര ദുഃഖമായി, ഡിപ്രഷനായി, അത് വിഷാദ രോഗമായിട്ട് ആ വ്യക്തി പിന്നെ സന്തോഷത്തിലേക്ക് മടങ്ങി വരുവാൻ കഴിയാതെ വരുന്നു. സന്തോഷമെന്ന് പറയുന്നത് ജീവൻ്റെ അടയാളമാണ്. ജോയ് ഈസ് സിംപ്റ്റം ഓഫ് ലൈഫ്. സന്തോഷം ജീവൻ്റെ അടയാളമാകുന്നതിനാൽ നമ്മൾ സന്തോഷത്തിലാണ് ജീവിക്കേണ്ടത്. ഇടയ്ക്ക് നമുക്ക് ദുഃഖം വരും, ഇടയ്ക്ക് നമുക്ക് കോപം വരും, ഇടയ്ക്ക് ചിലപ്പോൾ ഭയം വരുവാനുള്ള സാധ്യതയുണ്ട്. നിഷേധാർത്ഥകമാകുന്ന അത്തരത്തിലുള്ള വികാരങ്ങൾ വരുവാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ അതിൽ തുടരേണ്ട കാര്യമില്ല, അതിൽ ജീവിക്കേണ്ട കാര്യമില്ല. എന്നും ഭയത്തിൽ നിങ്ങൾ ജീവിക്കുകയാണെങ്കിൽ നിങ്ങൾ സൈക്കാട്രിക് രോഗിയായിത്തീരും. എന്നും നിങ്ങൾ ദുഃഖത്തിൽ ജീവിക്കുകയാണെങ്കിൽ നിങ്ങൾ സൈക്കാട്രിക് രോഗിയായിത്തീരും, നിങ്ങൾ വിഷാദ രോഗമുള്ള വ്യക്തിയായിത്തീരും. അതിൽ നിന്ന് തനിയെ മടങ്ങി വരുവാൻ വേണ്ടി നമ്മുടെ തലച്ചോറിൽ തന്നെ ദൈവം സംവിധാനം വെച്ചിട്ടുണ്ട്. റിട്ടേൺ ടു ജോയ്, സന്തോഷത്തിലേക്ക് മടങ്ങി വരിക എന്നുള്ള സംവിധാനം വെച്ചിട്ടുണ്ട്. ഇത് ചിലരിൽ നിശ്ചലമായി തീരും, പ്രവർത്തനരഹിതമായി തീരും. ഒരിക്കൽ അവർ ദുഃഖത്തിലേക്ക് പോയി, പിന്നീട് അവർ സന്തോഷത്തിലേക്ക് മടങ്ങി വരുന്നില്ല. പരിശോധിച്ചു നോക്കുക. ഈ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും അതേപോലെ വിഷാദരോഗത്തിലേക്ക് പോയിരിക്കുന്നു, തിരികെ സന്തോഷത്തിലേക്ക് മടങ്ങി വരുവാൻ കഴിയാതിരിക്കുകയാണ് എങ്കിൽ കർത്താവ് ഈ ശുശ്രൂഷയുടെ നടുവിൽ തന്നെ, ഈ വചനം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അത്ഭുത സൗഖ്യത്തെ നൽകി തരുവാൻ പോകുന്നു. വിവിധ തലങ്ങളിലുള്ള ഡിപ്രഷനുണ്ട്. ഡിപ്രഷനെ വേണമെങ്കിൽ നമുക്ക് മൂന്നായിട്ട് തരംതിരിക്കുവാൻ കഴിയും. വളരെ തുടക്കത്തിലുള്ള ഡിപ്രഷൻ, അതിനെ മൈൽഡായിട്ടുള്ള ഡിപ്രഷൻ എന്ന് വേണമെങ്കിൽ വിളിക്കാം, അല്ലെങ്കിൽ ഡിസ്കറേജ്മെൻ്റ് എന്ന് വിളിക്കുവാൻ കഴിയും. അത് കഴിഞ്ഞാൽ അത് സീരിയസ് ആകുമ്പോൾ ഡിസ്പോണ്ടൻസിയിലേക്ക് പോകുകയാണ്. അതിനുശേഷം അത് മൂന്നാമത്തെ നിലവാരത്തിലേക്ക് പോവുകയാണെങ്കിൽ ഡിസ്പെയറിൽ എത്തിച്ചേരുകയാണ്, സെവ്യറായിത്തീരുകയാണ്. മൈൽഡുണ്ട്, സീരിയസ് ഉണ്ട്, സെവ്യറുണ്ട്. ഡിസ്കറേജ്മെൻ്റ് ഉണ്ട്, ഡിസ്പോണ്ടൻസി ഉണ്ട്, ഡിസ്പയർ ഉണ്ട്. ഡിസ്പയറിൽ എത്തിച്ചേരുമ്പോൾ ആശയറ്റ അനുഭവമാണ്, പിന്നെ പ്രതീക്ഷകളൊന്നുമില്ല. ആ വ്യക്തിക്ക് മരിച്ചാൽ മതി, മരിക്കണം, എങ്ങനെയെങ്കിലും മരിക്കണം. ഡിസ്പെയറിൽ എത്തിച്ചേരുന്ന സന്ദർഭത്തിലാണ്, ആ ഒരു ഉയരത്തിൽ, വിഷാദരോഗം ഡിസ്പെയർ എന്നുള്ള ഉയരത്തിൽ എത്തിച്ചേരുമ്പോഴാകുന്നു ആളുകൾ ആത്മഹത്യ ചെയ്യുന്നത്. പരിശോധിച്ച് നോക്കുക. ഡിസ്കറേജ്മെൻറ്റിനെ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക്, ആ മൈൽഡായിട്ടുള്ള ഡിപ്രഷനെ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഒരടയാളം പരിശോധിക്കുന്നതിലൂടെ കണ്ടെത്തുവാൻ കഴിയും. നിങ്ങൾ കൂടെ ചിന്തിച്ചിരുന്നതിന് ശേഷം ഇങ്ങനെ ദീർഘശ്വാസം എടുക്കുന്ന വ്യക്തികളാകുന്നുവോ, അത് നിങ്ങളിൽ മൈൽഡായിട്ടുള്ള ഡിപ്രഷൻ ഉണ്ട് എന്നതിൻ്റെ അടയാളമാകുന്നു. ആ ചിന്തകളെ അപ്പോൾ തന്നെ ശ്രദ്ധിച്ചു നോക്കണം. ആ ചിന്തകൾ നിഷേധാർത്ഥകമായിരിക്കും. നിങ്ങൾക്കുണ്ടായ പരാജയങ്ങളെക്കുറിച്ച്, നിങ്ങൾക്കുണ്ടായ തകർച്ചകളെക്കുറിച്ചൊക്കെയുള്ള ചിന്തകളായിരിക്കും. ആ ചിന്തകൾക്ക് ശേഷമാണ് നിങ്ങൾ ഇങ്ങനെ ദീർഘശ്വാസം എടുക്കുന്നത്. അതൊരു മൈൽഡ് ഡിപ്രഷൻ ആകുന്നു. ആ സമയത്ത് തന്നെ അത് ദൈവസന്നിധിയിൽ കൊണ്ടുവന്ന്
കർത്താവിനോട് പ്രാർത്ഥനയിൽ പറഞ്ഞ് പരിഹരിച്ചോണം. ഇല്ലെങ്കിൽ അതവിടെ നിന്ന് വളർച്ച പ്രാപിക്കും. ഇതിൻ്റെ എല്ലാം പിന്നിൽ ദുരാത്മാക്കളുണ്ട്. ഇത്തരത്തിൽ വാതിലുകൾ തുറന്നു കൊടുക്കുമ്പോൾ, വിഷാദത്തിനു വേണ്ടി വാതിലുകൾ തുറന്നു കൊടുക്കുമ്പോൾ, നിഷേധാർത്ഥകമാകുന്ന ചിന്തകൾ കൊണ്ട് നിങ്ങളുടെ ചിന്തകളെ നിറയ്ക്കുമ്പോൾ, ആവർത്തിച്ച് ദുഃഖത്തിൽ തന്നെ തുടരുവാൻ നിങ്ങൾ തീരുമാനിക്കുമ്പോൾ, നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ വാതിൽ തുറന്നു കൊടുക്കുകയാണ്. ആ സമയത്ത് ദുരാത്മാക്കൾ ഇരച്ചു കയറും. വിശേഷിച്ചും ഡിപ്രഷൻ്റെ ദുരാത്മാവ് ഇരച്ചു കയറും. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, ദുരാത്മാക്കൾ പ്രവർത്തിക്കുന്നത് സംഘം ചേർന്നാണ് പ്രവർത്തിക്കുന്നത്, തനിയല്ല പ്രവർത്തിക്കുന്നത്. ഒരു ഹെഡ് ഡീമൺ, തലവനാകുന്നൊരുവൻ കയറുകയാണെങ്കിൽ അവനൊപ്പം തന്നെ അവനെ സഹായിക്കുവാൻ വേണ്ടി അസോസിയേറ്റ്സ് വരും. അവരെല്ലാം ചേർന്ന് സംഘം ചേർന്നാണ് പ്രവർത്തിക്കുന്നത്. ഒരിക്കലും വാതിൽ തുറന്നു കൊടുക്കരുത്. ആരംഭത്തിൽ തന്നെ മൈൽഡായിട്ടുള്ള ഡിപ്രഷൻ വരുമ്പോൾ തന്നെ അതിനെ കണ്ടെത്തി തിരിച്ചറിഞ്ഞ യേശുവിൻ നാമത്തിൽ കീഴ്പ്പെടുത്തണം. മനസ്സിനെ സൗഖ്യമാക്കണം, ചിന്തകളെ സൗഖ്യമാക്കണം. ഡിപ്രഷൻ്റെ ചില അടയാളങ്ങൾ പറയുകയാണ് എങ്കിൽ, ഒരു കാര്യത്തിൽ ഒരു സന്തോഷമില്ല. എപ്പോഴും ഏതൊക്കെ കാര്യം, സന്തോഷമുള്ള കാര്യങ്ങൾ വന്നാലും സന്തോഷിക്കുവാൻ കഴിയുന്നില്ല. മറ്റൊന്ന്, നിരന്തരം മുഖത്ത് നോക്കിയാൽ ദുഃഖിച്ചിരിക്കുകയാണ്. ഒരു സാഡ്നെസ് എപ്പോഴും മുഖത്ത്. ഒന്ന് ചിരിക്കാനോ ഒന്ന് കളി പറയാനോ തമാശ പറയാനോ ഒന്നും കഴിയുന്നില്ല. എപ്പോഴും ഒരു സാഡ്നെസ്സിൽ, ദുഃഖം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരവസ്ഥയിലായിരിക്കുന്നു. മറ്റൊന്ന്, ചിന്തകൾ. പൊതുവിൽ 99% ചിന്തകളും ഇതാ നിഷേധാർത്ഥകമായി തീർന്നിരിക്കുന്നു. പരിശോധിച്ചു നോക്കുക, ചിന്തകൾ നിഷേധാർത്ഥകമായി തീർന്നിരിക്കുന്നുവോ? അങ്ങനെയെങ്കിൽ വളരെ ആഴത്തിലൊരു പരിശോധന നടത്തുക. ഡിപ്രഷനകത്ത് കയറിയിട്ടുണ്ടോ? ആ ദുരാത്മാവകത്ത് കയറിയിട്ടുണ്ടോ? നിഷേധാർത്ഥകമാകുന്ന ചിന്തകൾ. നിങ്ങളുടെ ഭക്ഷണ രീതിക്ക് മാറ്റം വന്നിട്ടുണ്ടോ? ഒന്നുകിൽ അമിത ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയിരിക്കുന്നു, അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാൻ വയ്യ. എനിക്ക് ഏകദേശം 30-35 വർഷം മുന്നമേ ഡിപ്രഷൻ ഉണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ അനുഭവിച്ച ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത് ഭക്ഷണം കഴിക്കാനൊക്കത്തില്ല. ഭക്ഷണത്തോട് വെറുപ്പാണ്. ഭക്ഷണം കഴിക്കാൻ കഴിയത്തില്ല. വിശന്നാൽ പോലും കഴിക്കാൻ കഴിയാത്തൊരു അവസ്ഥയെ നേരിടേണ്ടതായിട്ട് വന്നു. ഇത് ഈ ഡിപ്രഷൻ്റെ ഒരു പ്രത്യേകതയാണ്. ചില കാര്യങ്ങൾ 2 എക്സ്ട്രീമിലേക്ക് പോകും. ഭക്ഷണം, ചില വ്യക്തികൾക്ക് ഡിപ്രഷൻ വരുമ്പോൾ അവർ അമിത ഭക്ഷണം കഴിക്കുവാൻ തുടങ്ങുന്നു. മറ്റു ചില വ്യക്തികൾക്ക് ഭക്ഷണം കഴിക്കാൻ കഴിയത്തില്ല. ഈ 2 എക്സ്ട്രീമിലേക്ക് പോകുകയാണ്. ഭക്ഷണ രീതി പരിശോധിച്ചു നോക്കുക. മറ്റൊരു അടയാളം, ഡിപ്രഷൻ്റെ മറ്റൊരു അടയാളമാണ് ഉറക്കവുമായി ബന്ധപ്പെട്ട സംഘർഷങ്ങൾ. ചിലർക്ക് ഉറങ്ങാൻ കഴിയത്തില്ല. വിഷാദരോഗം വരുന്നതോടുകൂടെ ഉറക്കം പോയി. രാത്രിയിൽ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുകയാണ്. ഒരു പണിയായിട്ടും ഉറക്കം വരുന്നില്ല. ഉറക്കമില്ലായ്മ, ഇൻസോംനിയ എന്ന് പറയുന്നത് ഡിപ്രഷൻ്റെ പരിണിത ഫലമാകുന്നു എന്ന് പൊതുവിൽ വിശ്വസിക്കുന്നു. മറ്റൊന്ന്, അമിതമായി ഉറങ്ങുക. പകലും രാത്രിയും കിടന്നുറങ്ങുക. ഇതാണ് ഞാൻ പറഞ്ഞത്. ഇത് 2 എക്സ്ട്രീമിലേക്ക് പോകും. ഒന്നുകിൽ ഉറക്കമില്ലായ്മ, അല്ലെങ്കിൽ അമിതമായി ഉറങ്ങുന്നു. വേറൊന്ന് നിങ്ങൾ പരിശോധിച്ചു നോക്കുക. നിങ്ങൾ ഈ അടുത്ത നാളുകളിൽ നിങ്ങളുടെ ശരീരഭാരം കൂടുകയോ വല്ലാതെ കുറയുകയോ ചെയ്തിട്ടുണ്ടോ? ശരീരഭാരം വല്ലാതെ കൂടുകയോ ശരീരഭാരം വല്ലാതെ കുറയുകയോ ചെയ്തിട്ടുണ്ടോ? അതോടൊന്നിച്ച് തന്നെ നിങ്ങളുടെ ശരീരത്തിൽ വല്ലാത്ത അസ്വസ്ഥതകൾ വരുന്നു. ആവശ്യമില്ലാത്ത രോഗങ്ങൾ മാറി മാറി വരികയാണ്. വേറൊന്ന്, എപ്പോഴും ഒരു ക്ഷീണാവസ്ഥ. ഒരു കാര്യവും ചെയ്യുവാൻ ഉത്സാഹമില്ല. നിരാശയുടെ ഒരു പ്രധാനപ്പെട്ട അടയാളമാണ് ഉത്സാഹത്തെ ഇല്ലാതെയാക്കുക, നിരുത്സാഹികളാക്കുക. ഒരു സജീവതയുണ്ടല്ലോ, ആ സജീവത ഇല്ലാതെയായി തീരുകയാണ്. പരിശോധിച്ചു നോക്കുക. എല്ലാ കാര്യങ്ങൾക്കും ഒരു ക്ഷീണാവസ്ഥ. രാവിലെ എഴുന്നേൽക്കുമ്പോൾ മുതൽ വല്ലാത്ത ഒരു ക്ഷീണാവസ്ഥ. വേറൊന്ന്, പ്രതീക്ഷയില്ലായ്മ, ഹോപ്പ്ലെസ്നെസ്. ഒരു കാര്യത്തെയും പ്രതീക്ഷയോടുകൂടെ സമീപിക്കുവാൻ കഴിയുന്നില്ല. പ്രതീക്ഷ അറ്റുപോകുന്നു. കാര്യങ്ങളൊന്നും നടക്കുകയില്ല. എല്ലാം തകരുവാൻ പോകുന്നു. അങ്ങനെ പ്രതീക്ഷയില്ലാത്ത ഒരു അവസ്ഥ വരുന്നു. മറ്റൊരടയാളമാണ് ആവശ്യത്തിൽ കൂടുതലായിട്ടുള്ള കുറ്റബോധം. ആവശ്യത്തിൽ കൂടുതൽ എന്ന് പറയാനൊക്കത്തില്ല, ആവശ്യമില്ലാത്ത കുറ്റബോധം. ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം ഗിൽറ്റ് ഉണ്ടാകരുത്. പരിശുദ്ധാത്മാവ് നമുക്ക്
കൺവിക്ഷനാണ് നൽകിത്തരുന്നത്, ബോധ്യമാണ് നൽകിത്തരുന്നത്. തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് നമുക്ക് കൺവിക്ഷൻ നൽകിത്തരും. ഗിൽറ്റ് നമുക്കുള്ളതല്ല. ഇതേപോലെയുള്ള ഒരു കുറ്റബോധം, നിരന്തരമായിട്ടൊരു ഗിൽറ്റ് നിങ്ങൾ കൊണ്ടു നടക്കുകയാണെങ്കിൽ, ഒരു കുറ്റബോധം നിങ്ങൾ കൊണ്ടു നടക്കുകയാണെങ്കിൽ പരിശോധിച്ച് നോക്കണം. ഡിപ്രഷൻ കയറിയിട്ടുണ്ടോ എന്ന് പരിശോധിച്ച് നോക്കേണ്ടത് ആവശ്യമാണ്. വേറൊന്ന്, മരിക്കുവാനുള്ള ഒരാഗ്രഹം ഉള്ളിൽ കയറി വരുന്നു. ജീവിക്കുവാനുള്ള ആഗ്രഹമില്ല. ദൈവമക്കളാകുന്നത് കൊണ്ട് ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ചിന്തിക്കത്തില്ല. ഏലിയാവിനെ പോലെ പ്രാർത്ഥിക്കും, എന്നെ അങ്ങ് എടുത്തോണമേ. അങ്ങനെ പ്രാർത്ഥിക്കുന്നവരുണ്ടോ? മരിക്കാനുള്ള ആഗ്രഹം, അത് നിരാശയുടെ പരിണതഫലമായി സംഭവിക്കുന്ന കാര്യമാകുന്നു. സൂയിസൈഡൽ തോട്ട്സ്, ഉറപ്പായിട്ടും ആത്മഹത്യാ ചിന്തകൾ. ചിലരിൽ ആത്മഹത്യാ ചിന്തകൾ ഉണ്ടാകുന്നു. ഭയങ്കര സമ്മർദ്ദമാണ്. ആ ഡിസ്പെയർ ലെവലിലേക്ക് പോകുകയാണെങ്കിൽ, മൂന്നാം നിലവാരത്തിലേക്ക്, നിരാശയുടെ മൂന്നാം നിലവാരത്തിലേക്ക് പോകുകയാണെങ്കിൽ ഘോരമായിരിക്കുന്ന സമ്മർദ്ദമായിരിക്കും. മരിക്കണം, മരിക്കണം, ആത്മഹത്യ ചെയ്യണം എന്നുള്ള ചിന്ത. അതോടൊന്നിച്ച് തന്നെ നിങ്ങൾക്ക് ഒരു കാര്യത്തിലും ഏകാഗ്രത ലഭിക്കുന്നില്ല. പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ ഏകാഗ്രത ലഭിക്കുന്നില്ല. ബൈബിൾ വായിക്കാനിരിക്കുമ്പോൾ ബൈബിൾ വായിക്കാൻ കഴിയത്തില്ല. വിഷാദ രോഗികൾ അത് ഒരു രണ്ടാം നിലവാരത്തിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ബൈബിൾ വായിക്കാൻ കഴിയത്തില്ല, പുസ്തകം വായിക്കാൻ കഴിയത്തില്ല. ഒരു കാര്യവും ഏകാഗ്രതയോടുകൂടെ ചെയ്യുവാൻ കഴിയാത്തൊരു നിലവാരത്തിലേക്കായിരിക്കുന്നുവെങ്കിൽ, ഇപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ഈ അടയാളങ്ങളിൽ ചിലതൊക്കെ ഒരു 3 അടയാളത്തിൽ കൂടുതലുണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് പരിശോധിക്കണം. അകത്ത് ഡിപ്രഷൻ കയറിയിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കണം. ഈ ഡിപ്രഷൻ ഉള്ളവർക്ക് അതോട് ചേർന്ന് തന്നെ വരാൻ സാധ്യതയുള്ള മറ്റു ചില വൈകാരിക സംഘർഷങ്ങൾ, അതിലൊന്നാണ് കോപം എന്ന് പറയുന്നത്. പൊതുവിൽ വിഷാദ രോഗികളെല്ലാം മുൻകോപികളായിരിക്കും. മുൻകോപം വിഷാദരോഗത്തെ പുറപ്പെടുവിക്കുവാൻ സാധ്യതയുണ്ട്. വിഷാദരോഗം മുൻകോപത്തെ പുറപ്പെടുവിക്കുവാൻ സാധ്യതയുണ്ട്. ഇവർ രണ്ടുപേരും സഹോദരന്മാരെ പോലെ പ്രവർത്തിക്കാൻ സാധ്യതയുണ്ട്. വിഷാദ രോഗികളെല്ലാം മുൻകോപികളാകുവാൻ സാധ്യതയുണ്ട്. വിഷാദ രോഗികളിൽ കാണുവാൻ സാധ്യതയുള്ള മറ്റ് മാനസിക സംഘർഷങ്ങളാകുന്നു ഭയം, ആകുലത, ഇങ്ങനെ തുടങ്ങിയുള്ള വിവിധങ്ങളാകുന്ന സംഘർഷങ്ങൾ മെല്ലെ മെല്ലെ ഈ വ്യക്തിയിൽ പൊങ്ങി വരും. ഞാൻ പറഞ്ഞല്ലോ, പിശാചുക്കൾ വരുമ്പോൾ അവർ തനിയല്ല പ്രവർത്തിക്കുന്നത്, അവർ സംഘം ചേർന്നാണ് പ്രവർത്തിക്കുന്നത്. ഡിപ്രഷൻ്റെ ദുരാത്മാവിന് അകത്തേക്ക് വഴി തുറന്ന് ലഭിക്കുകയാണ് എങ്കിൽ, അകത്ത് കയറിക്കഴിഞ്ഞാൽ അയാൾ വെറുതെ ഇരിക്കുകയില്ല. നിന്നെ എപ്പോഴൊക്കെ വിഷാദത്തിൻ്റെ കുഴിയിലേക്ക് അവൻ തള്ളിയിടുമോ, ആ സമയത്തെല്ലാം നിന്റെ വാതിൽ തുറക്കപ്പെടുകയാണ്. നിന്റെ വാതിൽ തുറക്കപ്പെടുന്ന സന്ദർഭത്തിൽ അയാൾ മറ്റുള്ളവരെ വിളിച്ച് അകത്ത് കയറ്റും. ആകുലതയോട് പറയും അകത്ത് കയറുക, ആത്മഹത്യയോട് പറയും അകത്ത് കയറുക. അങ്ങനെ ഇവർ സംഘം ചേർന്ന് പ്രവർത്തിക്കുവാൻ തുടങ്ങും. ആ വ്യക്തിയുടെ ജീവിതം ദുരിതപൂർണമായി തീരും. കിടന്നാൽ ഉറക്കവും വരത്തില്ല. മാറി മാറി രോഗങ്ങൾ, ശാരീരിക പ്രശ്നങ്ങളാണെന്ന് കരുതി ആശുപത്രി കയറുന്നത് അവസാനിപ്പിക്കുവാൻ കഴിയുന്നില്ല. എന്നും ആശുപത്രിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ വേദനയ്ക്ക് മരുന്ന് കഴിക്കുന്നു, ആ ദഹന സംവിധാനത്തിലെ കേടിന് മരുന്ന് കഴിക്കുന്നു, പിന്നത് സർജറിയായി. ഇങ്ങനെയുള്ള ആശുപത്രി കയറ്റത്തിലൂടെ അവരെ പിശാചുക്കൾ പീഡിപ്പിക്കും. ക്രിസ്തുവിൽ നിങ്ങൾ ആരാകുന്നു എന്നുള്ള തിരിച്ചറിവോടുകൂടെ, അധികാരത്തോടുകൂടെ നിങ്ങൾ എഴുന്നേൽക്കുകയാണെങ്കിൽ അത്ഭുതം സംഭവിക്കും. വിഷാദത്തിൻ്റെ ഈ ശക്തിയെ നിങ്ങൾക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയും. അതിനുശേഷം നിങ്ങളുടെ മനസ്സിനെ ക്രമപ്പെടുത്തുകയാണ് എങ്കിൽ മഹാത്ഭുതം, കർത്താവിന് നിങ്ങളെ പൂർണ്ണമായിട്ടും സൗഖ്യമാക്കുവാൻ കഴിയും. എന്തുകൊണ്ടൊക്കെയാണ് ഈ വിഷാദം ഒരു വ്യക്തിയിൽ കയറുന്നത്? അനേകം കാരണങ്ങളുണ്ട്, ഒത്തിരി കാരണങ്ങളുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമെന്ന് പറയുന്നത്, ചിലപ്പോൾ മാതാപിതാക്കളിൽ നിന്ന് തന്നെ ഇൻഹെറിറ്റഡായിട്ട് കുട്ടിയിലേക്ക് പകരപ്പെടുവാൻ, ആ ഗർഭാവസ്ഥയിൽ തന്നെ, ഗർഭധാരണം നടക്കുന്ന സന്ദർഭത്തിൽ തന്നെ മാതാപിതാക്കളിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ കുഞ്ഞിലേക്ക് വരുന്നുണ്ടല്ലോ. ഈ കുഞ്ഞിൻ്റെ ശരീരവും പ്രാണനും മാത്രമല്ല മാതാപിതാക്കളിൽ നിന്ന് ഈ കുഞ്ഞിന് ലഭിക്കുന്നത്. ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ സംവിധാനത്തിലേക്ക് ആ DNA-യിലൂടെ പകരപ്പെടുകയാണ്. ജനറേഷനലായിട്ടുള്ള ചില സംഘർഷങ്ങൾ പകരപ്പെടുന്നു. ജനറേഷനലായിട്ടുള്ള ചില രോഗങ്ങൾ പകരപ്പെടുന്നു. മിക്ക രോഗങ്ങളും ജനറേഷണൽ സിക്നസ് അല്ലേ? അതല്ലേ ഡോക്ടറുടെ അരികിൽ ചെല്ലുമ്പോൾ ചോദിക്കുന്നത്, അപ്പന് ഈ രോഗമുണ്ടായിരുന്നു, അമ്മയ്ക്ക് ഈ രോഗമുണ്ടായിരുന്നു, അപ്പൂപ്പന് ഈ രോഗമുണ്ടായിരുന്നു, അപ്പച്ചന് ഈ രോഗമുണ്ടായിരുന്നു, അമ്മച്ചിക്ക് ഈ രോഗമുണ്ടായിരുന്നു എന്നൊക്കെ അവർ ചോദിക്കുന്നതിൻ്റെ കാരണമെന്ന് പറയുന്നത്, അവർക്കറിയാം മിക്ക രോഗങ്ങളും ജനറേഷണൽ സിക്നസ് ആണ്. അപ്പോൾ
ജനറേഷണൽ സംഘർഷങ്ങൾ കുഞ്ഞിലേക്ക് ആ ഗർഭധാരണം നടക്കുമ്പോൾ പകരപ്പെടുന്നു. ജനറേഷണലായിട്ടുള്ള രോഗങ്ങൾ കുഞ്ഞിലേക്ക് പകരപ്പെടുകയാണ്. ജനറേഷണലായിട്ടുള്ള പാപങ്ങൾ, ജനറേഷണൽ ഇനിക്വിറ്റി ആ കുഞ്ഞിലേക്ക് പകരപ്പെടുന്നു. അതോടൊന്നിച്ച് തന്നെ ജനറേഷണൽ സ്പിരിറ്റ്സ്, ജനറേഷണലായിട്ടുള്ള ദുരാത്മാക്കൾ ഈ കുഞ്ഞിലേക്ക് പ്രവേശിക്കുന്നുണ്ട്. അപ്പനും അമ്മയ്ക്കും അല്ലെങ്കിൽ അപ്പൂപ്പനും അമ്മൂമ്മയ്ക്കും എവിടെയെങ്കിലും ഈ ലൈനിൽ വിഷാദമുണ്ടായിരുന്നുവെങ്കിൽ ആ വിഷാദം ഇൻഹെറിറ്റഡ് ആയിട്ട് തന്നെ ഈ കുട്ടിയിലേക്ക് പ്രവേശിക്കുവാൻ സാധ്യതയുണ്ട്. വളർച്ചയുടെ ഏതെങ്കിലും ഘട്ടത്തിൽ, ചിലപ്പോൾ 30-ാം വയസ്സിൽ, 35-ാം വയസ്സിൽ, അല്ലെങ്കിൽ 40-ാമത്തെ വയസ്സിൽ, അല്ലെങ്കിൽ 25-ാമത്തെ വയസ്സിൽ ഒരു ട്രിഗറിങ് സംഭവം സംഭവിക്കുമ്പോൾ, ഏതെങ്കിലും ഒരു ആഘാതം സംഭവിക്കുന്നു, ഈ അകത്തിരിക്കുന്ന അപ്പനപ്പൂപ്പന്മാരിൽ നിന്ന് ഇൻഹെറിറ്റഡ് ആയിട്ടുള്ള ഈ സാധനത്തെ സജീവമാക്കുവാൻ വേണ്ടിയുള്ള ഏതെങ്കിലും ഒരു ട്രിഗറിങ് ഫാക്ടർ അവിടെ സംഭവിക്കുമ്പോൾ അത് മുഖാന്തരമായിട്ട് ഇത് കയറി സജീവമാകുകയാണ്. ഈ ജനറേഷണൽ സിക്നസ് തന്നെ ശ്രദ്ധിച്ചാൽ മതി. മിക്കവർക്കും 40-45 വയസ്സൊക്കെ കഴിയുമ്പോഴല്ലേ അത് വെളിപ്പെട്ടു വരുന്നത്, പ്രകടമായി വരുന്നത്. എന്നാൽ അത് സംവിധാനത്തിൽ തന്നെ ഉണ്ടായിരുന്നു. എന്നതുപോലെ തന്നെ ജനറേഷണലായിട്ട് ചിലർ വിഷാദത്തെ സ്വീകരിക്കുവാൻ സാധ്യതയുണ്ട്. മറ്റുള്ളവരുടെ ജീവിതത്തിലുണ്ടായ ആവർത്തിച്ചുണ്ടായ തകർച്ചകൾ മുഖാന്തരമായിട്ട്, ആഘാതങ്ങൾ മുഖാന്തരമായിട്ട്, ട്രോമകൾ മുഖാന്തരമായിട്ട്, ഒരു പ്രേമബന്ധത്തിൽ തകർച്ചയുണ്ടായി, പിന്നീട് ഒരു ബിസിനസ് തകരുകയുണ്ടായി, പിന്നെ കുടുംബജീവിതത്തിൽ സന്തോഷമില്ലാത്ത അവസ്ഥയുണ്ടായി. ഇതിങ്ങനെ ആവർത്തിച്ച് സംഭവിച്ചപ്പോൾ ആദ്യമൊക്കെ ദുഃഖത്തിലേക്ക് പോയി, പിന്നീട് സന്തോഷത്തിലേക്ക് എങ്ങനെയൊക്കെയോ മടങ്ങി വന്നു. എന്നാൽ വീണ്ടും അടുത്ത ആഘാതം ഉണ്ടായപ്പോൾ വീണ്ടും ദുഃഖത്തിലേക്ക് പോയി, വീണ്ടും സന്തോഷത്തിലേക്ക് വളരെ നാളുകളെടുത്ത് ബന്ധപ്പെട്ടാണ് മടങ്ങി വന്നത്. വീണ്ടും ഒരാഘാതമുണ്ടായി, പിന്നെ ദുഃഖത്തിലേക്ക് പോയി, തിരിച്ചു വന്നില്ല. ട്രോമകൾ മുഖാന്തരമായിട്ട് ചിലപ്പോൾ വിഷാദരോഗം വെളിപ്പെടുവാൻ സാധ്യതയുണ്ട്. ഒരു വ്യക്തി വളർച്ചയുടെ ആദ്യ ഘട്ടങ്ങൾ മുതൽ തന്നെ സെൽഫ് എസ്റ്റീം ഇല്ലാതെ, സ്വയമായിട്ട് ഒരു നല്ല അംഗീകാരമില്ലാതെ, സ്വയാംഗീകാരമില്ലാതെ, സെൽഫ് എസ്റ്റീം ഇല്ലാതെ വളർന്ന വ്യക്തിയാകുന്നുവെങ്കിൽ, അമ്മ പറഞ്ഞു എടാ നിന്നെ ഒന്നിനും കൊള്ളത്തില്ല, അപ്പൻ പറഞ്ഞു എന്നെ ഒന്നിനും കൊള്ളത്തില്ല, ഇത് കേട്ടാണ് വളരുന്നത്. സ്കൂളിൽ അധ്യാപകർ പറഞ്ഞു ഇവനെ പോലെ ഒരു മണ്ടൻ വേറെയില്ല, ഇത് കേട്ടാണ് നിങ്ങൾ വളരുന്നത് എങ്കിൽ അത് മുഖാന്തരമായിട്ട്, ലോ സെൽഫ് എസ്റ്റീം മുഖാന്തരമായിട്ട് വിഷാദരോഗമുള്ളിൽ പ്രവേശിക്കുവാൻ സാധ്യതയുണ്ട്. മറ്റൊരു കാരണമെന്ന് പറയുന്നത് ബയോളജിക്കലായിട്ടുള്ള മാൽഫങ്ഷൻസ് ആകുന്നു. തൈറോയിഡുമായി ബന്ധപ്പെട്ട കാരണങ്ങൾ മുഖാന്തരമായി, ചിലപ്പോൾ ചില ഹോർമോൺ സംവിധാനങ്ങളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ മുഖാന്തരമായിട്ട്, ബയോളജിക്കൽ മാൽഫങ്ഷൻ മുഖാന്തരമായിട്ട് ഡിപ്രഷൻ ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട്. നീണ്ട നാളുകൾ രോഗം മാറാതിരിക്കുകയാണെങ്കിൽ, നീണ്ട നാളുകളായി രോഗം മാറുന്നില്ല, പ്രാർത്ഥിച്ചു, മരുന്ന് കഴിച്ചു, ആശുപത്രിയിൽ നിന്ന് ആശുപത്രിയിലേക്ക് പോയി, രോഗം മാറുന്നില്ല, ആ വ്യക്തി ചിലപ്പോൾ വിഷാദത്തിലേക്ക്, ഡിപ്രഷനിലേക്ക് പോകുവാൻ സാധ്യതയുണ്ട്. ചില ലോസ്റ്റ് ഗോൾസ്, നിങ്ങൾ ചില കാര്യങ്ങൾ ലക്ഷ്യം വെച്ചു, ചില കാര്യങ്ങൾ നടപ്പിലാക്കുവാൻ വേണ്ടി വളരെ ഉത്സാഹത്തോടെ, സജീവതയോടുകൂടെ, സന്തോഷത്തോടുകൂടെ നിങ്ങളത് ആരംഭിച്ചു എങ്കിലും അത് നിങ്ങൾക്ക് പൂർത്തീകരിക്കുവാൻ കഴിഞ്ഞില്ല. ലോസ്റ്റ് ഗോൾസ്, അത് തകർന്നു പോയി. പെട്ടെന്ന് ഉയരത്തിലേക്ക് വന്നതിന് ശേഷം പൊടുന്നനവേ അത് ചീട്ടുകൊട്ടാരം തകർന്നു വീഴുന്നത് പോലെ തകർന്നുപോയി. ആ ലോസ്റ്റ് ഗോൾസ് മുഖാന്തരമായിട്ട് ഡിപ്രഷൻ ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട്. ഏത് കാരണവുമാകട്ടെ, അതിൻ്റെ കാരണങ്ങൾ കണ്ടെത്തിയതിന് ശേഷമായിട്ട് പരിഹരിക്കുവാൻ വേണ്ടി കർത്താവിൻ്റെ സന്നിധിയിലേക്ക് വരിക. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ബന്ധങ്ങളിൽ വരുന്ന തകർച്ചകൾ എന്ന് പറയുന്നത്. അനേകരുടെ ജീവിതത്തിൽ നല്ല ബന്ധങ്ങളില്ല, ഒരുപാട് തകർന്ന ബന്ധങ്ങളാണ്. അപ്പനെക്കുറിച്ച് ഓർക്കുമ്പോൾ കയ്പ്, വിരോധം, അൺഫോർഗീവ്നെസ്. വിദ്യാർത്ഥി അധ്യാപകനെ കുറിച്ച് ഓർക്കുമ്പോൾ വിരോധം, കയ്പ്, ദേഷ്യം, കോപം. ബന്ധങ്ങൾ തകർന്നിരിക്കുന്നു. ഭാര്യ ഭർത്താവിനെ കുറിച്ച് ഓർക്കുമ്പോൾ വല്ലാത്ത വിരോധം, വല്ലാത്ത കയ്പ്, നല്ല ബന്ധങ്ങളില്ല, ബിലോങ്ങിങ് ഫീലിംഗ് ഇല്ല, ഞാൻ ആരുടേതെങ്കിലും ആകുന്നു എന്നുള്ള ആ ഒരു ചിന്ത ഹൃദയത്തിൽ ഉണ്ടാകുന്നില്ല. എനിക്കാരുമില്ല എന്നുള്ള ചിന്തയാണ് എല്ലാവരുടെയും, ഈ നിലയിൽ വിഷാദരോഗത്തിലേക്ക് പോകുന്ന എല്ലാവരുടെയും ചിന്താരീതി എന്ന് പറയുന്നത്. അവരുടെ ചിന്താരീതി തന്നെ നിഷേധാർത്ഥകമായി തീർന്നിരിക്കുകയാണ്. എനിക്കാരുമില്ല എന്നുള്ള ഒരു ചിന്താരീതിയിലേക്ക് പോകുന്നു. എന്നാൽ ഇവിടെ സൗഖ്യം സംഭവിക്കണമെന്നുണ്ടെങ്കിൽ, അങ്ങനെയെങ്കിൽ
എല്ലാ തകർന്ന ബന്ധങ്ങളെയും യേശുക്രിസ്തുവിലൂടെ സൗഖ്യമാക്കണം. എല്ലാ തകർന്ന ബന്ധങ്ങളെയും യേശുക്രിസ്തുവിലൂടെ സൗഖ്യമാക്കണം. ക്ഷമിക്കുവാനുള്ള എല്ലാവരോടും ക്ഷമിക്കണം. നമ്മുടെ മനസ്സിനകത്തുനിന്ന് കയ്പ്, നീരസം, മുഷിവാൻ ഇഷ്ടം, ഇങ്ങനെ തുടങ്ങിയുള്ള ദുഷ്ടകാര്യങ്ങൾ പുറത്തു പോകണം. ആരോടൊക്കെ കയ്പ് തോന്നുന്നുണ്ടോ, ആരൊക്കെ മുറിവ് വരുത്തിയിട്ടുണ്ടോ, അവരോടൊക്കെ ക്ഷമിക്കുവാനുള്ള ഒരു പ്രത്യേക പ്രാപ്തി കർത്താവാകുന്ന യേശുക്രിസ്തുവിൽ നിന്ന് പ്രാപിക്കണം. പരിശുദ്ധാത്മാവുമായിട്ട് നിങ്ങൾ സഹകരിക്കുകയാണെങ്കിൽ, പ്രാർത്ഥനയിൽ മണിക്കൂറുകൾ ചിലവഴിക്കുകയാണെങ്കിൽ പരിശുദ്ധാത്മാവ് നിങ്ങളെ സ്നേഹം കൊണ്ട് അഭിഷേകം ചെയ്യും. സ്നേഹം കൊണ്ടുള്ള അഭിഷേകം, ബാപ്റ്റിസം വിത്ത് ലവ്. അതാണ് 1 കൊരിന്ത്യർ 13 എന്ന് പറയുന്നത്. സ്നേഹം കൊണ്ടുള്ള അഭിഷേകം. സ്നേഹം കൊണ്ടുള്ള അഭിഷേകം നിങ്ങളുടെ മേൽ വരികയാണ് എങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ലഭിക്കുവാൻ സാധ്യതയുള്ള മറ്റൊരു അഭിഷേകമാണ് സന്തോഷം കൊണ്ടുള്ള അഭിഷേകം. നിങ്ങളിൽ നിന്ന് ഡിപ്രഷൻ പുറത്തു പോകും. അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ദുരാത്മാവും തൻ്റെ സംഘവും പുറത്തു പോകും. പരിശുദ്ധാത്മാവ് നിങ്ങളെ സന്തോഷം കൊണ്ട് നിറയ്ക്കും. ഞാൻ ചില പരിഹാര മാർഗങ്ങൾ പറയുവാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ പരിഹാര മാർഗങ്ങൾ പറയുന്നതുമായുള്ള ബന്ധത്തിൽ, അത് പറയുന്നതിന് മുന്നമേ ഒരു കാര്യം കൂടെ ഞാൻ പറയുവാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ 10 പേരെ എടുക്കുകയാണെങ്കിൽ ഡിപ്രഷനുള്ളത് 7 പേരും സ്ത്രീകളാകുന്നു. 70% സ്ത്രീകളിലാണ് ഡിപ്രഷൻ കാണുവാൻ കഴിയുന്നത്. അത് അവരുടെ സംവിധാനവുമായിട്ടുള്ള ബന്ധത്തിലും അതിനൊരു കാരണമുണ്ട്. പ്രത്യേകിച്ച് അവർക്ക് മന്ത്ലി പീരീഡ്സ് ഉണ്ട്. അതിനാൽ ആ മെൻസ്ട്രൽ സിൻഡ്രോമായിട്ടുള്ള ബന്ധത്തിൽ, പ്രീ മെൻസ്ട്രൽ സിൻഡ്രോമായിട്ടുള്ള ബന്ധത്തിൽ അവർക്ക് ടെമ്പററി ആയിട്ട് താൽക്കാലികമാകുന്ന ഡിപ്രഷൻ വരുവാൻ സാധ്യതയുണ്ട്. അത് ഒരു കാരണമെന്ന് പറയുന്നത്. അതങ്ങ് മാറിപ്പോകും. ആ മാസം, ആ മന്ത്ലി പീരീഡ്സ് കഴിയുമ്പോൾ അതങ്ങ് മാറിപ്പോകും. എന്നാൽ ആ ഒരു സമയം എന്ന് പറയുന്നത് അവർക്കൊരു മനസ്സുമായുള്ള ബന്ധത്തിൽ ഒരു ചെറിയ മന്ദത അല്ലെങ്കിൽ ഒരു ചെറിയ ബുദ്ധിമുട്ട് ഉണ്ടാകുന്ന, ഒരു ചെറിയ ലെവലിലുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു സമയമാകുന്നു. എന്നാൽ മറ്റു ചില സാഹചര്യങ്ങളെന്ന് പറയുന്നത് ഗർഭധാരണം നടക്കുന്ന സമയത്താണ്. ഗർഭാവസ്ഥയുടെ സമയത്ത് ചിലപ്പോൾ സ്ത്രീകളിൽ ഡിപ്രഷൻ വരുവാൻ സാധ്യതയുണ്ട്. അതെല്ലാം താൽക്കാലികമാകുന്നു. കാര്യങ്ങൾ, പിന്തുണകൾ ലഭിക്കുകയാണെങ്കിൽ, ഭർത്താവിൻ്റെ പിന്തുണ ലഭിക്കുകയാണെങ്കിൽ, ദൈവവചനം ശക്തമായിട്ട് അവർ സ്വീകരിക്കുവാൻ തയ്യാറാകുകയാണെങ്കിൽ അതൊക്കെ മാറ്റിയെടുക്കുവാൻ കഴിയും. ആ ഗർഭാവസ്ഥയിൽ, ആ ഗർഭധാരണവും കുഞ്ഞിനെ ഉദരത്തിൽ വഹിച്ചുകൊണ്ട് കിടക്കുന്ന ആ 9 മാസം എന്ന് പറയുന്ന ആ സമയത്ത് ഈ സ്ത്രീയിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിക്കുന്നത്. ഒരു പുതിയ ജീവൻ ഉത്ഭവിക്കുകയല്ലേ. മാത്രമല്ല ഒരുപാട് ഹോർമോൺ ചേഞ്ചസ് സംഭവിക്കുന്നുണ്ട്. ഈ ഡിപ്രഷനുമായി ബന്ധപ്പെട്ട് നമുക്കൊരുപാട് ഹോർമോൺ ചേഞ്ചുകൾ സംഭവിക്കുന്നുണ്ട്. അത് ഗർഭധാരണ സമയത്ത് ഒരുപാട് ഹോർമോൺ ചേഞ്ചുകൾ സംഭവിക്കുന്നതിനാൽ ചിലപ്പോൾ താൽക്കാലികമാകുന്നൊരു ഡിപ്രഷൻ ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട്. മറ്റൊന്നെന്ന് പറയുന്നത് പോസ്റ്റ്മോർട്ടം ഡിപ്രഷനാണ്. പ്രസവാനന്തര ഡിപ്രഷൻ എന്ന് പറയും. അതിനെ സൈക്കാട്രിയിൽ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എന്ന് പറയുന്നു എങ്കിൽ പോലും അതിനുവേണ്ടി പ്രാർത്ഥിച്ച് വിടുതലുകളുമായുള്ള ബന്ധത്തിൽ ദുരാത്മാക്കൾ അങ്ങനെയുള്ളവരിൽ നിന്ന് പുറത്തു പോകുന്നത് കണ്ടിട്ടുണ്ട്. കാരണം ഭൂരിപക്ഷം സ്ത്രീകൾക്കും പ്രസവത്തിന് ശേഷം ഡിപ്രഷനൊന്നുമില്ല. എന്നാൽ ചില സ്ത്രീകളിൽ എന്തുകൊണ്ടാണ് പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ വെളിപ്പെടുന്നത്? അവർ വഴി തുറന്നു കൊടുത്തു. ഏതൊക്കെയോ കാരണങ്ങൾ മുഖാന്തരമായിട്ട്, മനസ്സിൻ്റെ സംഘർഷങ്ങൾ മുഖാന്തരമായിട്ട് അവർ ദുരാത്മാക്കൾക്കുള്ളിൽ പ്രവേശിക്കുവാൻ അനുവാദം കൊടുത്തു. മരുന്ന് കഴിച്ചാലൊന്നും പോകുന്നതല്ല. മരുന്ന് കഴിക്കണം, അതിനാവശ്യമുണ്ടെങ്കിൽ മരുന്ന് കഴിക്കണം. എന്നാൽ ഒരു ഡെലിവറൻസ് മിനിസ്ട്രിയിലൂടെ കർത്താവിന് നിങ്ങളെ സ്വതന്ത്രമാക്കുവാൻ കഴിയും. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആ ദുരാത്മാവിനെയാണ് ആദ്യം പുറത്തെടുത്ത് കളയേണ്ടത്. അതിനുശേഷം മനസ്സിനെ സൗഖ്യമാക്കുകയാണെങ്കിൽ അത്ഭുത സൗഖ്യങ്ങൾ കർത്താവിനാൽ ലഭ്യമാകുന്നു. അത്ഭുത സൗഖ്യം കർത്താവിനാൽ ലഭ്യമാകുന്നു. ഇനി വേറൊരു സമയം എന്ന് പറയുന്നത്, ഈ സ്ത്രീകൾ 50 വയസ്സോട് അടുക്കുന്ന സന്ദർഭത്തിൽ അവർക്കുണ്ടാകുന്ന മെനപ്പോസൽ ഡിപ്രഷനുണ്ട്. പ്രീ മെനപ്പോസൽ ഡിപ്രഷൻ അല്ലെങ്കിൽ മെനപ്പോസുമായി ബന്ധപ്പെട്ടുള്ള ഡിപ്രഷനുണ്ട്. ആ സമയം എന്ന് പറയുന്ന അവരുടെ സംവിധാനത്തിൽ ഭയങ്കര ഒരു മാറ്റം സംഭവിക്കുകയാണ്. ആ മന്ത്ലി പീരീഡ്സ് ഇല്ലാതെയാകുന്നു, അത് സ്റ്റോപ്പാകുന്നു. ആ സ്റ്റോപ്പാകുന്ന സമയം എന്ന് പറയുന്ന ഒരു ഹോർമോണൽ ചേഞ്ച് ബോഡിയിൽ സംഭവിക്കുന്നതിനാൽ ആ സ്ത്രീകൾ ഡിപ്രഷനിലേക്ക് പോകുവാൻ സാധ്യതയുണ്ട്. ഏത് കാരണമാണെങ്കിലും യേശുക്രിസ്തുവിന് നിങ്ങളെ സൗഖ്യമാക്കുവാൻ കഴിയും. എങ്ങനെ നിങ്ങൾക്ക് ഡിപ്രഷനിൽ നിന്ന് സൗഖ്യം പ്രാപിക്കുവാൻ കഴിയും? ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുകയാണ്. വിശേഷിച്ചും നമ്മുടെ തലച്ചോറിൽ തന്നെ സന്തോഷത്തെ നമുക്ക് നൽകിത്തരുന്ന അതുമായി ബന്ധപ്പെട്ട ഹോർമോണുകളുണ്ട്. എൻഡോർഫിൻ എന്ന് പറയുന്ന ഒരു ഹോർമോണുണ്ട്, ഡോപ്പമൈൻ എന്ന് പറയുന്ന ഒരു ഹോർമോണുണ്ട്, സെറട്ടോണിൻ എന്ന് പറയുന്ന ഒരു ഹോർമോണുണ്ട്, ആക്സിറ്റോസിൻ എന്ന് പറയുന്ന ഒരു ഹോർമോണുണ്ട്. ഒരുപാട് സംവിധാനങ്ങൾ. ഇത് ഈ ശരീരം എന്ന് പറയുന്ന ഒരു വലിയ ഫാക്ടറി പോലെയല്ലേ. മനസ്സും ശരീരവും ചേർന്നല്ലേ പ്രവർത്തിക്കുന്നത്, അല്ലെങ്കിൽ പ്രാണനും ശരീരവും ചേർന്നല്ലേ പ്രവർത്തിക്കുന്നത്.
അവിടെ പ്രാണനിൽ നിന്നുള്ള സജീവമാകുന്ന സ്വാധീനമുണ്ടാകുമ്പോൾ ആ സ്വാധീനങ്ങൾ മുഖാന്തരമായിട്ട് ഈ ശരീരത്തിന് നല്ല ഹോർമോൺസിനെ കൃത്യമായിട്ട് അതിൽ ഇംബാലൻസസ് ഇല്ലാതെ കൃത്യമായിട്ട് ബാലൻസ്ഡ് ആയിട്ടുള്ള ഹോർമോൺ പ്രൊഡക്ഷൻസ് നടത്തുവാൻ കഴിയും. ഒരുപാട് ഹോർമോൺ പ്രൊഡക്ഷൻസ് നടക്കുന്ന ഫാക്ടറികൾ ഈ ശരീരത്തിലുണ്ട്. പിറ്റ്യൂട്ടറി ഗ്ലാൻസ്, അഡ്രിനൽ ഗ്ലാൻസ്, നിങ്ങളുടെ ഓവറി, നിങ്ങളുടെ പാൻക്രിയാസ്, ഇവിടെ നിന്നൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ബ്ലഡിലേക്ക് പുറപ്പെടുവിക്കുവാൻ ആ ശരീരാവയവങ്ങൾക്ക് അതിനുള്ള പ്രാപ്തിയുണ്ട്, അതിനുള്ള ശക്തിയുണ്ട്. സോ അങ്ങനെയുള്ള കാര്യങ്ങൾ ഈ ശരീരത്തിൽ സംഭവിക്കുന്നതിനാൽ ഈ ഹോർമോൺസ് കൃത്യമായി ബാലൻസ്ഡ് ആയിട്ട് നമ്മിൽ നിന്ന് നമ്മുടെ ശരീരം പുറപ്പെടുവിക്കേണ്ടത് ആവശ്യമാണ്. എന്നാൽ ഒരാൾ ഡിപ്രഷനിലേക്ക് പോകുമ്പോൾ ചില ഹോർമോൺസ്, ഡോപ്പമൈൻ എന്നൊക്കെ പറയുന്ന ആ ഹോർമോണുകൾ വൈദ്യശാസ്ത്രം പറയുന്ന അതിൻ്റെ പ്രൊഡക്ഷൻ, അത് പുറപ്പെടുവിക്കുന്നത്, ശരീരം പുറപ്പെടുവിക്കുന്നത് വളരെ കുറഞ്ഞു പോവുകയാണ്. അതുകൊണ്ടാണ് സന്തോഷമില്ലാതെ വരുന്നത്. സന്തോഷം ഉണ്ടാക്കിത്തരുവാൻ പ്രാപ്തിയുള്ള നല്ല ഹോർമോണുകളെയും നല്ല അത്തരത്തിലുള്ള കാര്യങ്ങളെയും പുറപ്പെടുവിക്കുവാൻ തക്കവണ്ണമായിട്ട് നമ്മിൽ നിന്ന് സഹകരണം ആവശ്യമാണ്. ആക്സിറ്റോസിൻ എടുക്കുക. ആക്സിറ്റോസിൻ നിങ്ങൾക്ക് കൃത്യമാകുന്ന അളവിൽ നിങ്ങളുടെ ശരീരം ആക്സിറ്റോസിൻ പുറപ്പെടുവിക്കണമെങ്കിൽ നിങ്ങളുടെ ബന്ധങ്ങൾ നല്ലതായിരിക്കണം. നല്ല ബന്ധങ്ങളാണ് അതിനൊരു പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത്. ആ നല്ല ബന്ധമുള്ളവരെ കാണുമ്പോൾ, അവർക്ക് കൈ കൊടുക്കുമ്പോൾ, അവരെ കെട്ടിപ്പിടിക്കുമ്പോഴൊക്കെയും നമ്മുടെ ശരീരത്തിൽ ആക്സിറ്റോസിൻ പുറപ്പെടുകയാണ്. അതേപോലെ നിങ്ങൾ സെറട്ടോണിൻ എടുക്കുകയാണ് എങ്കിൽ സെറട്ടോണിനുമായുള്ള ബന്ധത്തിൽ നിങ്ങൾക്ക് കൃത്യമാക്കുന്ന അളവിൽ അത് ലഭിക്കണമെന്നുണ്ടെങ്കിൽ നല്ല പ്രവർത്തികൾ ചെയ്യുവാൻ തയ്യാറാകണം, മറ്റുള്ളവരെ സഹായിക്കുവാൻ തയ്യാറാകണം. ഭാര്യ ഭർത്താവിന് ചായ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ഒരു സന്തോഷം ഉണ്ടാകുന്നില്ലേ? ഭർത്താവ് ഭാര്യയുമായിട്ട് ഒരുമിച്ച് യാത്ര ചെയ്യുമ്പോൾ ഒരു സന്തോഷമുണ്ടാകുന്നില്ലേ? ഭാര്യയെ ഞാൻ ഹെൽപ്പ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഒരു സന്തോഷമുണ്ടാകുന്നില്ലേ? അത് സെറട്ടോണിൽ നിന്നില്ല, അതിൻ്റെ ആ പുറപ്പെടുവിൽ അതിൻ്റെ ആ പ്രൊഡക്ഷൻ കൃത്യമായി നടക്കുന്നത് കൊണ്ടാണ്. സെറട്ടോണിൻ ശരീരം പുറപ്പെടുവിക്കുകയാണ്. അവിടെ അതിന് സഹായകരമാകുന്ന കാര്യമാണ് നല്ല പ്രവർത്തികൾ. ചാരിറ്റി ചെയ്യണം, മറ്റുള്ളവരെ സഹായിക്കണം. ആ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെ നിങ്ങൾ സഹായിക്കണം. അപ്പോൾ നിങ്ങളുടെ സെറട്ടോണിൻ അളവിന് കൃത്യമാകുന്ന വർധനമുണ്ടാകും. അതേപോലെ തന്നെയാണ് ഡോപ്പമൈൻ. ഡോപ്പമൈൻ നിങ്ങൾക്ക് കൃത്യമായി ലഭിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലക്ഷ്യമുള്ളവരായിരിക്കണം. ആ ലക്ഷ്യം പൂർത്തീകരിക്കുമ്പോൾ, അക്കംപ്ലീഷിംഗ് ഗോൾസ്, നിങ്ങൾ ആ ലക്ഷ്യം പൂർത്തീകരിക്കുന്ന സന്ദർഭത്തിൽ അത് മുഖാന്തരമായിട്ട് നിങ്ങൾക്ക് കൂടുതൽ ഡോപ്പമൈൻ ലഭിക്കുകയാണ്. മറ്റൊന്ന് എൻഡോർഫിനാണ്. എൻഡോർഫിൻ ലഭിക്കണമെന്നുണ്ടെങ്കിൽ സന്തോഷിക്കണം, ചിരിക്കണം, വ്യായാമം ചെയ്യണം. ഈ നിലയിലുള്ള കാര്യങ്ങൾ അങ്ങനെ വരുമ്പോൾ ഞാനിപ്പോൾ പറഞ്ഞതുപോലെ നല്ല ബന്ധങ്ങൾ ഡിപ്രഷനെ ജയിക്കുവാനുള്ള നല്ല മരുന്നാകുന്നു. നല്ല കാര്യങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുന്നത് ഡിപ്രഷനെ ജയിക്കുവാൻ വേണ്ടിയുള്ള നല്ല മരുന്നാകുന്നു. മറ്റൊന്ന് നല്ല ലക്ഷ്യങ്ങളും ആ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കുന്നതും ഡിപ്രഷനെ ജയിക്കുവാനുള്ള നല്ല മരുന്നാകുന്നു. അതോടൊന്നിച്ച് തന്നെ സന്തോഷിക്കുക എന്ന് പറയുന്നത്, ചിരിക്കുക, വ്യായാമം ചെയ്യുക എന്ന് പറയുന്നത് ഡിപ്രഷനെ ജയിക്കുവാനുള്ള ഏറ്റവും നല്ല കാര്യമാകുന്നു. ഇവിടെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം ചെയ്യേണ്ടത്, നിങ്ങൾ ആരെങ്കിലും ഡിപ്രഷനിലൂടെ കടന്നു പോകുന്നുവെങ്കിൽ ആദ്യം തന്നെ അതിൻ്റെ കാരണം എന്താണെന്ന് കണ്ടെത്തണം. അത് ജനറേഷനിലാകുന്നുവോ, അതേതെങ്കിലും ഒരു ലോസ്റ്റ് ഗോൾ മൂലമാണോ സംഭവിച്ചിരിക്കുന്നത്, അല്ല ഏതെങ്കിലും ഒരു ആഘാതം മൂലമാണോ അത് സംഭവിച്ചിരിക്കുന്നത്, കാരണം കണ്ടെത്തണം. അവിടെ ആരോടെങ്കിലും ക്ഷമിക്കുവാനുണ്ടെങ്കിൽ ക്ഷമിക്കുവാൻ തയ്യാറാണ്. അങ്ങനെ ഒരാന്തരിക സൗഖ്യം തന്നെ പ്രാപിച്ചതിന് ശേഷം ഈ ദുരാത്മാക്കളെ, ഈ ഡിപ്രഷൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ദുരാത്മാക്കളെ അവരെ പുറത്താക്കണം. അതൊരു ഡെലിവറൻസ് തന്നെ അവിടെ നടക്കേണ്ടത് ആവശ്യമാണ്. അവയെ പുറത്താക്കണം. അവയെ നിങ്ങൾക്ക് തന്നെ പുറത്താക്കുവാൻ കഴിയും. ഈ കാര്യങ്ങളെക്കുറിച്ചുള്ള തിരിച്ചറിവ് നിങ്ങൾ പ്രാപിച്ചതിന് ശേഷം, വചനം നിങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം, നിങ്ങൾ തന്നെ അധികാരത്തോടുകൂടെ കൽപ്പിക്കുകയാണെങ്കിൽ, വേറൊരു പാസ്റ്ററും കൽപ്പിക്കേണ്ട കാര്യമില്ല. നിങ്ങളിലുള്ള പിശാചുക്കളെ പുറത്താക്കുവാനുള്ള പൂർണ്ണാധികാരം നിങ്ങൾക്ക് തന്നെയാണ്. ഒരു ദൈവവേദലിനാണ് പൂർണ്ണാധികാരമുള്ളത്. പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകലബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു, ഒന്നും നിങ്ങൾക്ക് ഒരു ദോഷവും വരുത്തുകയില്ല എന്നുള്ള വചനം. അവയെ പുറത്താക്കുവാനുള്ള പൂർണ്ണാധികാരം നിങ്ങൾക്കുള്ളതിനാൽ യേശുവിൻ നാമത്തിൽ വിഷാദത്തിൻ്റെ ദുരാത്മാക്കളെ പുറത്താക്കുക. അതിനുശേഷമായിട്ട്
ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ: ഒന്ന്, പ്രശ്നത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കരുത്, പരിഹാരത്തിൽ എപ്പോഴും ശ്രദ്ധ കേന്ദ്രീകരിക്കണം. ഏത് പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ പരിഹാരത്തിലേക്ക് നീങ്ങുകയും പരിഹാരത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്യുക. നിങ്ങൾ ഒരു നല്ല കൗൺസിലറെ കണ്ടെത്തുക, ഒരു ക്രിസ്ത്യൻ കൗൺസിലറെ, വളരെ പക്വതയുള്ള മാച്യൂർ ക്രിസ്ത്യനെ കണ്ടെത്തുക. ഈ മേഖലയിൽ പരിചയസമ്പന്നനാകുന്ന ഒരു ക്രിസ്ത്യൻ കൗൺസിലറെ കണ്ടെത്തിയതിനു ശേഷം നിങ്ങളുടെ വേദനകളും ദുഃഖങ്ങളും എല്ലാം ആ വ്യക്തിയോട് പങ്കുവയ്ക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഡിപ്രഷനെ ജയിക്കുവാൻ കഴിയും. ഹന്നയുടെ ഉദാഹരണം മനസ്സിലാക്കുക. ഹന്ന തനിക്ക് ഭർത്താവിനോട് പറയാൻ കഴിയത്തില്ല, തൻ്റെ വീട്ടിലുള്ള പെനീനയോട് പറയാൻ കഴിയത്തില്ല. അതുകൊണ്ട് ഈ ഷെയറിംഗ് എന്ന് പറയുന്നത് വലിയൊരു ഹീലിംഗ് മെഡിസിൻ ആകുന്നു. ഷെയറിംഗ് എന്ന് പറയുന്ന ഒരു വലിയ ഹീലിംഗ് ടൂളാകുന്നു. സൗഖ്യത്തിന് വേണ്ടിയുള്ള ഒരു പ്രധാനപ്പെട്ട ഉപകരണമാകുന്നു പങ്കുവയ്ക്കൽ എന്ന് പറയുന്നത്. ഹന്ന എന്താണ് ചെയ്യുന്നത്? ആലയത്തിൽ വന്ന് ദൈവത്തോട് സകല കാര്യങ്ങളും പങ്കുവയ്ക്കുകയാണ്. പങ്കുവയ്ക്കലിലൂടെ നിങ്ങൾക്ക് സൗഖ്യം സ്വീകരിക്കുവാൻ കഴിയും. മറ്റൊന്ന്, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 61:3 നമ്മൾ വായിച്ചതാണ്: വിഷണ്ണ മനസ്സിന് പകരം സ്തുതി എന്ന മേലാട. എപ്പോഴും ദൈവത്തെ സ്തുതിക്കുന്നവരാകുക, ദൈവത്തെ സ്തുതിക്കുന്നവരാകുക. സ്തുതി എന്ന് പറയുന്ന ഒരു വെളിച്ചമാകുന്നു. ഡിപ്രഷൻ എന്ന് പറയുന്ന ഇരുട്ടാകുന്നു. ഇരുട്ടിനെ തകർക്കുവാൻ വെളിച്ചത്തിന് കഴിയും. നിങ്ങളുടെ ആദരത്തിൽ നിന്ന് സ്തുതി, സ്തോത്രം, ഹല്ലേലൂയ ശബ്ദം മുഴങ്ങുമ്പോൾ ഇരുട്ടാകുന്ന ഡിപ്രഷനെ നിങ്ങൾക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയും. വെറുതെ ഇരിക്കരുത്, വളരെ ആക്റ്റീവാകണം, വളരെ സജീവമാകണം, തിരക്കുള്ളവരായി മാറണം. അതുകൊണ്ട് തന്നെ തലേ ദിവസം തന്നെ, നാളത്തെ ദിവസം രാവിലെ ഇത്ര സമയത്ത് എഴുന്നേൽക്കണം, അതുമുതൽ ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങൾ അതിന് പദ്ധതിയിടണം. സ്കെഡ്യൂൾ യുവർ ഡേ. നിന്റെ ദിവസത്തെ നീ രൂപപ്പെടുത്തുക. എന്തൊക്കെ കാര്യങ്ങളാണ്? രാവിലെ 4 മണിക്ക് എന്താണ് ചെയ്യേണ്ടത്, 8 മണിക്ക് എന്താണ് ചെയ്യേണ്ടത്, 10 മണിക്ക് എന്താണ് ചെയ്യേണ്ടത്, അതിന് പദ്ധതിയിടുക, രൂപപ്പെടുത്തുക. വെറുതെ കുത്തിയിരുന്ന് ഏതെങ്കിലുമൊക്കെ കാര്യങ്ങൾ കണ്ടുകൊണ്ട് സമയം ചിലവഴിക്കരുത്. ചിന്തിച്ച് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിച്ച് വെറുതെ ദീർഘശ്വാസം എടുത്തുകൊണ്ടിരിക്കരുത്. വളരെ ആക്റ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നൊരു വ്യക്തിയായിട്ട് നിങ്ങൾ തീരേണ്ടത് ആവശ്യമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് നിങ്ങളുടെ ചിന്തകളെ നിങ്ങൾ രൂപാന്തരപ്പെടുത്തുക. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവീൻ. അവിടെ മനസ്സിനെ എങ്ങനെ പുതുക്കുവാൻ കഴിയും, രൂപാന്തരപ്പെടുത്തുവാൻ കഴിയും? ചിന്തകൾ, നിങ്ങളുടെ ചിന്തകളെ നിങ്ങൾ രൂപാന്തരപ്പെടുത്തുക. എല്ലാ നിഷേധാർത്ഥകമാകുന്ന ചിന്തകളെയും പുറത്താക്കുക. ചിന്തകളെ നമ്മളത് ശ്രമിക്കണം, വർഷങ്ങളെടുക്കും. ഞങ്ങളൊക്കെ നാളുകളെടുത്താണ് ചിന്തകളെ പോസിറ്റീവാക്കിയത്. നെഗറ്റീവ് ചിന്തകളെ അനുവദിക്കരുത്. നെഗറ്റീവ് സ്പീച്ചുകളെ, സംസാരത്തിൽ നെഗറ്റീവ് കാര്യങ്ങൾ സംസാരിക്കരുത്. ചിന്തയും സംസാരവും ശ്രദ്ധിക്കുക. അതോടൊന്നിച്ച് വ്യായാമം ചെയ്യുക, നല്ലപോലെ വ്യായാമം ചെയ്യുക. ഏറ്റവും പ്രധാനപ്പെട്ടത് പ്രാർത്ഥിക്കുക. എല്ലാ ദിവസവും കൃത്യമായിട്ട് ദീർഘസമയം പ്രാർത്ഥിക്കുക. 2 മണിക്കൂർ, 3 മണിക്കൂർ, 4 മണിക്കൂർ പ്രാർത്ഥിക്കുക. വിഷാദത്തെ നിങ്ങൾക്ക് സമ്പൂർണ്ണമായും കീഴ്പ്പെടുത്തുവാൻ കഴിയും. നിങ്ങൾക്ക് വിജയകരമാകുന്ന, സന്തോഷകരമാകുന്ന, ആരോഗ്യമുള്ള, ദീർഘായുസ്സുള്ള ഒരു ജീവിതം നയിക്കുവാൻ കഴിയും. ഈ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും ഒരു വിടുതലിലേക്ക് പ്രവേശിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഇപ്പോൾ എന്നോട് ചേർന്ന് പ്രഥമമായൊരു പ്രാർത്ഥന പ്രാർത്ഥിക്കുക. ഞാൻ ഈ പ്രാർത്ഥന ഏറ്റുപറയുന്ന സന്ദർഭത്തിൽ, ഈ പ്രാർത്ഥന ഞാൻ പറഞ്ഞു തരുന്ന സന്ദർഭത്തിൽ നിങ്ങളത് ഏറ്റുപറയുക. ഈ സമയത്ത് തന്നെ പരിശുദ്ധാത്മാവ് നിങ്ങളെ തൊടുവാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിൻ്റെ ദൂതന്മാർ ഇപ്പോൾ നിങ്ങളുടെ അരികിൽ വരികയാണ്. ഈ സമയത്ത് തന്നെ ഒരു അത്ഭുതം സംഭവിക്കുവാൻ പോകുന്നു. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുക. ഞാൻ ഈ പറയുന്ന പ്രാർത്ഥന ഏറ്റുപറയുക. സ്വർഗീയ പിതാവേ, സ്വർഗീയ പിതാവേ, യേശുക്രിസ്തുവിൻ നാമത്തിൽ ഞാൻ പ്രഖ്യാപിക്കുന്നു, യേശുക്രിസ്തു എന്റെ കർത്താവും എന്റെ രക്ഷിതാവും. യേശുക്രിസ്തു എന്റെ ആത്മാവിന്റെ കർത്താവ്. യേശുക്രിസ്തു എന്റെ പ്രാണന്റെ കർത്താവ്. യേശുക്രിസ്തു എന്റെ വികാരങ്ങളുടെ യേശുക്രിസ്തു എന്റെ ശരീരത്തിന്റെ കർത്താവ്. സ്വർഗീയ പിതാവേ, ഞാനായിരിക്കുന്ന ഈ വിഷാദത്തിന്റെ കുഴിയിൽ നിന്ന് എന്നെ വിടുവിക്കണമേ. ഞാൻ വിഷാദത്തിലായപ്പോൾ അങ്ങേക്ക് എന്നെ സഹായിക്കുവാൻ കഴിയുകയില്ല എന്ന് ഞാൻ ചിന്തിച്ചത് അങ്ങയുടെ അരികിൽ വിടുതലിനായിട്ട്
വിരോധമായിട്ട് കടന്നു വരാതിരുന്നത് പാപമാണെന്ന് ഞാൻ സമ്മതിക്കുന്നു. യേശുവിൻ നാമത്തിൽ ഞാൻ ക്ഷമ ചോദിക്കുകയാണ്. ഇപ്പോൾ ഞാൻ ഏറ്റുപറയുകയാണ്. കർത്താവാകുന്ന യേശുവിന് എന്നെ ഈ വിഷാദത്തിന്റെ കുഴിയിൽ നിന്ന് പൂർണ്ണമായും വിടുവിക്കുവാൻ കഴിയും. ഞാൻ വിശ്വസിക്കുന്നു. അതിനാൽ ഞാൻ അങ്ങയുടെ അരികിൽ അടുത്തു വരികയാണ്. അങ്ങയുടെ ആണിപ്പഴുതുള്ള കരം കൊണ്ട് എന്റെ പ്രാണനെ തൊട്ട് എന്റെ വികാരങ്ങളെ തൊട്ട് എന്നെ സൗഖ്യമാക്കണം. ഇപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്റെ പിതാവിൽ നിന്നോ എന്റെ മാതാവിൽ നിന്നോ എന്റെ മുൻ തലമുറയിൽ നിന്നോ എന്നിലേക്ക് തിന്മകൾ വന്നിട്ടുണ്ടെങ്കിൽ, വിഷാദം വന്നിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ അവയെ നിഷേധിക്കുന്നു. അവരുടെ പാപങ്ങൾക്ക് ഞാൻ ക്ഷമ ചോദിക്കുന്നു. ഈ തിന്മകൾ മുഴുവൻ എന്നിൽ നിന്ന് പുറത്തു പോകട്ടെ. ഈ സമയത്ത് തന്നെ മറ്റുള്ളവരോട് പൂർണ്ണമായും ക്ഷമിക്കുവാൻ ഞാൻ തീരുമാനിക്കുന്നു. എനിക്കുണ്ടായ ആഘാതങ്ങൾ മുഖാന്തരം എന്നിൽ സംഭവിച്ച വിഷാദങ്ങൾ ഇപ്പോൾ യേശുവിൻ നാമത്തിൽ പുറത്തു പോകട്ടെ. ഞാൻ എന്റെ ആന്തരിക മുറിവുകളെ സൗഖ്യമാക്കുന്നു. ആഘാതത്തെ സൗഖ്യമാക്കുന്നു. എന്റെ മനസ്സ് സൗഖ്യമാകുന്ന നിമിഷത്തിൽ തന്നെ വിഷാദത്തിന് എന്നിൽ നിന്ന് പുറത്തു പോകാം. ഈ സമയത്ത് എന്റെ വികാരങ്ങളുടെ തലപ്പത്ത് ഞാൻ സന്തോഷത്തെ പുനഃസ്ഥാപിക്കുകയാണ്. യേശുക്രിസ്തു നൽകിയ അധികാരം ഞാനിപ്പോൾ ഉപയോഗിക്കുന്നു. യേശുക്രിസ്തുവിന് അധികാരമുള്ള നാമത്തിൽ വിഷാദത്തിന്റെ ദുരാത്മാവേ, നീയും നിന്നോടൊപ്പം പ്രവർത്തിക്കുന്ന എല്ലാ ദുരാത്മ സംഘങ്ങളും ഇപ്പോൾ ഒരുമിച്ച് ബന്ധിക്കപ്പെട്ട് ഈ നിമിഷത്തിൽ മൊത്തമായിട്ട് യേശുക്രിസ്തുവിന്റെ കാൽ കീഴെ പോകട്ടെ. ഞാനിപ്പോൾ സ്വതന്ത്രനായി തീർന്നിരിക്കുന്നു. ഞാനിപ്പോൾ സ്വതന്ത്രയായി തീർന്നിരിക്കുന്നു. യേശുവിൻ നാമത്തിൽ എന്റെ ആത്മാവും എന്റെ പ്രാണനും എന്റെ ശരീരവും ദൈവിക ക്രമത്തിലേക്ക് വരട്ടെ. അലൈൻമെന്റിലേക്ക് വരട്ടെ. ഞാനിപ്പോൾ സൗഖ്യമായിരിക്കുന്നു. വലിയ സന്തോഷത്തെ ഞാൻ സ്വീകരിക്കുന്നു. എന്റെ ശരീര സംവിധാനങ്ങൾ മുഴുവൻ സൗഖ്യമാകുന്നു. ക്രമമായിട്ട് എൻഡോർഫിനും ആക്സിറ്റോസിനും ഡോപ്പമൈനും സെറട്ടോണിനും എന്റെ ശരീരത്തിൽ പുറപ്പെടുകയും ഞാൻ ജീവിതത്തിൽ തുടർമാനമായി സന്തോഷത്തിൽ ജീവിക്കുകയും ചെയ്യും. ഞാൻ എപ്പോഴും സന്തോഷിക്കും. യേശുവേ, അങ്ങനെ സൗഖ്യമാക്കിയതിനായി സ്തോത്രം. പരിശുദ്ധാത്മാവേ, അങ്ങനിൽ പ്രവർത്തിച്ചതിനായി സ്തോത്രം. സ്വർഗീയ പിതാവേ, ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. മഹാത്ഭുതങ്ങൾ സംഭവിച്ചിരിക്കുകയാണ്. കർത്താവിന്റെ അനുഗ്രഹത്തിന്റെ കരം നിങ്ങളുടെ മേൽ വന്നിരിക്കുന്നതിനാൽ നിരന്തരം സന്തോഷത്തിൽ തന്നെ തുടരുക. ഒരു വാക്ക് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ പിതാവേ, ഒരു വലിയ അത്ഭുതം ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നുവല്ലോ. ഇവരിലുണ്ടായിരുന്ന വിഷാദത്തിന്റെ ദുരാത്മാക്കൾ, സംഘം ചേർന്ന് പ്രവർത്തിച്ചിരുന്ന ദുരാത്മാക്കൾ ഇപ്പോൾ അവരെ വിട്ട് പുറത്തു പോയിരിക്കുന്നതിനാൽ മഹാസന്തോഷം കൊണ്ട് അവർ നിറയട്ടെ. സന്തോഷത്തിൽ അവർ ജീവിക്കട്ടെ. യേശുക്രിസ്തുവിൻ നാമത്തിൽ കർത്താവരുടെ മനസ്സിനെ സൗഖ്യമാക്കുന്നതിനായി സ്തോത്രം. ചിന്തകളെ സൗഖ്യമാക്കുന്നതിനായി സ്തോത്രം. വികാരങ്ങളെ സൗഖ്യമാക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഈ സമയത്ത് തന്നെ സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അവരുടെ ശരീരത്തിലുള്ള എല്ലാ രോഗബാധകളും ഇപ്പോൾ സൗഖ്യമാകട്ടെ. രോഗങ്ങൾ ഇപ്പോൾ അവരുടെ ശരീരം വിട്ടുപോകട്ടെ. യേശുക്രിസ്തുവിൻ നാമത്തിൽ രോഗികൾ ഇപ്പോൾ സൗഖ്യമാകട്ടെ. വിഷാദം മൂലം ആരിലെങ്കിലും രോഗങ്ങൾ പ്രവേശിച്ചിട്ടുണ്ടെങ്കിൽ യേശുക്രിസ്തുവിൻ നാമത്തിൽ ഇപ്പോൾ ആ രോഗങ്ങൾ അവരെ വിട്ടുപോകട്ടെ. ആ രോഗങ്ങൾക്ക് അവരെ വിട്ടുപോകാം. ഇപ്പോൾ വിട്ടുപോകട്ടെ. ഈ നിമിഷത്തിൽ വിട്ടുപോകട്ടെ. മഹാത്ഭുതം സംഭവിക്കുന്നതിനായി സ്തോത്രം.
രോഗികളെ അങ്ങ് തൊട്ട് സൗഖ്യമാക്കിയിരിക്കുന്നതിനായി സ്തോത്രം. അത്ഭുത വഴികൾ തുറന്നിരിക്കുന്നതിനായി സ്തോത്രം. അവരുടെ ജീവിതത്തിൽ വന്നിരിക്കുന്ന വിഷാദങ്ങൾ മുഖാന്തരമായിട്ട് അവരുടെ വഴികൾ അടഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ, തടഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ, അതിന് വൈകിപ്പിക്കൽ സംഭവിച്ചിരിക്കുന്നു എങ്കിൽ ഇപ്പോൾ യേശുവിൻ നാമത്തിൽ വാതിലുകൾ തുറക്കപ്പെടട്ടെ, വേഗത വെളിപ്പെടട്ടെ, അവരെത്തേണ്ട ലക്ഷ്യസ്ഥാനത്ത് അവരെത്തിച്ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ജോലിയില്ലാത്തവർക്ക് ജോലി ലഭിക്കട്ടെ. സാമ്പത്തിക ഞെരുക്കത്തിലൂടെ കടന്നു പോകുന്നവർക്ക് അത്ഭുത വഴികൾ തുറക്കപ്പെടട്ടെ. വീണ്ടും സജീവമായി അവർ എഴുന്നേറ്റ് അവരുടെ ഡെസ്റ്റിനിയിൽ അവർ എത്തിച്ചേരട്ടെ. നിങ്ങളുടെ ജനത്തെ പിതൃപുത്ര പരിശുദ്ധാത്മനാമത്തിൽ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. ഗ്ലോറി ടു ജീസസ്. ഹല്ലേലൂയ. സാധാരണ ഈ പ്രക്ഷേപണം 28 മിനിറ്റാണ് ഞങ്ങൾ പ്രസംഗിക്കുന്നത്. എന്നാൽ ഇത് നീണ്ടുപോയി. ഈ ഒരു പ്രത്യേക വിഷയം പൂർത്തീകരിക്കുവാൻ വേണ്ടി സമയമെടുത്തു. അതുകൊണ്ടിത് നിങ്ങൾ മുഴുവനും കാണുവാൻ വേണ്ടി മറ്റുള്ളവരോട് പറയണം. ആരംഭം തുടങ്ങി അവസാനം വരെയും കാണുവാൻ വേണ്ടി മറ്റുള്ളവരോട് നിങ്ങൾ ആവശ്യപ്പെടുക. ഇത് തീർച്ചയായിട്ടും മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യണമേ. ഇത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമല്ലേ. മറ്റു പ്രിയപ്പെട്ടവരുമായിട്ട് നിങ്ങൾ ഈ സന്ദേശം നിങ്ങൾ ഷെയർ ചെയ്യണമെന്ന് വിനയപുരസ്സരം ഓർപ്പിക്കുകയാണ്. ഈ ചാനൽ ഇതുവരെയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കർത്താവാകുന്ന യേശു നിങ്ങളുടെ കൂടെയിരിക്കും. ഗാഡ് ബ്ലെസ് യു. ആമേൻ. എല്ലാ പ്രഭാതത്തിലും 3 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഒരു ചെറിയ സന്ദേശം വാട്സപ്പിൽ അയക്കുന്നുണ്ട്. നിങ്ങൾക്കത് ലഭിക്കണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഒരു മെസ്സേജ് അയയ്ക്കുക. ഞങ്ങളുടെ ഓൺലൈൻ റേഡിയോ ആയ ജീസസ് റൈൻസ് റേഡിയോയുടെ ആപ്പ് ഇതുവരെയും ഡൗൺലോഡ് ചെയ്തിട്ടില്ല എങ്കിൽ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ലഭ്യമാണ്. ജീസസ് റൈൻസ് റേഡിയോ എന്ന് ടൈപ്പ് ചെയ്ത ശേഷം സെർച്ച് ചെയ്യുക. ആപ്പ് നിങ്ങൾ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്താലും. എല്ലാ പ്രഭാതത്തിലും 4 മണിക്ക് ടങ്സ് പ്രെയർ ഉണ്ടായിരിക്കുന്നതാണ്. നിങ്ങളുടെ ആത്മീയ വർധനവിനായി ദയവായി സൂമിൽ ജോയിൻ ചെയ്താലും. മീറ്റിംഗ് ID സ്ക്രീനിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. അതോടൊപ്പം തന്നെ എല്ലാ ബുധനാഴ്ചയും രാത്രി 10 മുതൽ 1 മണി വരെ നൈറ്റ് പ്രെയർ ഉണ്ടായിരിക്കുന്നതാണ്. നമുക്ക് ഒരുമിച്ച് രാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദയവായി സൂമിൽ ജോയിൻ ചെയ്താലും. ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ശേഷം ബെൽ ബട്ടൺ അമർത്താൻ മറക്കല്ലേ. ഈ സന്ദേശം മറ്റുള്ളവരിലേക്ക് അനുഗ്രഹമാകാൻ ഷെയർ ചെയ്താലും. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.